വണ്ടിക്ക് എന്തു പറ്റി തിരു? എന്താടാ? അറിയില്ല. ఎవర్రా మీరు? ఈ ఫారెస్ట్ ఎందుకు వచ్చారు? സാർ ആക്ച്വലി ഞങ്ങൾ വന്നത് എന്തൊരു അടിയാണ് കാണിക്കുന്നത്? ఎర్ర చందనం స్మగ్గుల్ చేయటమేరా నా బిజినెస్. మఫ్టీలో వస్తే మీరు పోలీసులన్నా తెలియదు అనుకుంటున్నారా? ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ പോലീസൊന്നല്ല. വേറൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോകുമ്പോ റൂട്ട് മാറി ഈ കാട്ടിൽ പെട്ടുപോയതാ സാർ. ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടയക്കണം സാർ, അല്ലെങ്കിൽ എന്റെ ലൈഫ് തന്നെ തകർന്നു പോകും. പ്ലീസ്. అదే ఇవరికి మనసులైలని తోను ఆరెగ్లు ഒന്ന് പറഞ്ഞു കൊടുക്ക്. సార్ 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 మీరు అరకలండి లేదు. మే అందరికే ముఖ్యమైన పని తోసిన మెల్కుని సార్. మేము వెళ్ళలేదు. పెద్ద ప్రాబ్లం ఉంది సార్. ప్లీజ్ సార్. ఈ ఎర్ర చందనం కూడా బాగానే ఉంది. ఈ అబ్బాయిని వదిలేసి మీరు వెళ్ళండి. തിരു വാടാ. మీరు రూట్ మారి ఫారెస్ట్కి వచ్చారు. அதனால డిపార్ట్మెంట్ ரொம்ப నాள் தேடி இருந்த అక్యూజ్డ్ అరెస్ట్ చేశాం. చాలా థ్యాంక్స్ అండి. అది సరే, మీ బండి ఏమైంది? അല്ല, ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ. డోంట్ వరీ, మా డిపార్ట్మెంట్ బండిలో డ్రాప్ చేస్తాం. కానిస్టేబుల్ తీసుకెళ్ళు. ആരാണിവർ? എവിടെ പോകുന്നു? എന്താണ് അവർ അന്വേഷിക്കുന്നത്? അല്ല, പടത്തിന്റെ ടൈറ്റിലിനും ഇവരും തമ്മിൽ എന്ത് ബന്ധമാണെന്നല്ലേ ആലോചിക്കുന്നത്? കാഴ്ചയിൽ വളരെ സീരിയസ് ആണെങ്കിലും ഇവർ കാണിക്കുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ്. എന്ത് മണ്ടത്തരങ്ങളാണെന്ന് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഹീറോ തിരു. വയസ്സ് കുറേ വർഷമായിട്ട് അതേ വയസ്സ് തന്നെയാണ്. തൊഴിൽ മാട്രിമണി.
ഡീസന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കല്യാണ ബ്രോക്കർ. ഒരു ജോലിയും കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം ഈ തൊഴിൽ തിരഞ്ഞെടുത്തത്. ഇപ്പം മനസ്സിലായല്ലോ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്താണെന്ന്. ഓഫ് കോഴ്സ് ഹീസ് എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. സ്വയം അനുഷ്ക ശർമ്മയാണെന്ന് വിചാരിക്കുന്ന ഇവൾ ആരാണെന്ന് ഇവൾ തന്നെ പറയും. തിരു, അതെ, നമ്മുടെ മാട്രിമോണിയിൽ പുതിയൊരു പെണ്ണ് അപ്ലൈ ചെയ്തിരിക്കുന്നു. ചെക്കനും റെഡിയാ. നോക്ക്. ലവ് വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. എന്റെ ലവർ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കൊരു സങ്കല്പമൊക്കെ ഉണ്ട്. അതിന്റെ 7 അയലത്ത് പോലും നീ വരില്ല. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. അതെ, നമ്മളിപ്പോ കുറേ ദൂരം പോകുമ്പോ പഞ്ചറാവുന്ന കരുതി ഒരു സ്റ്റെപ്പിന് വെക്കില്ലേ? നീ ആരെ വേണേ പ്രേമിച്ചോ, പക്ഷെ നിന്റെ സ്റ്റെപ്പിന് ലവർ ഞാൻ തന്നെ. നീയും ആരെ വേണമെങ്കിലും പ്രേമിച്ചോ, പക്ഷെ നിന്റെ സ്റ്റെപ്പിന് ലവർ ഞാനായിരുന്നു. ഏയ് ലൂസ്, എത്ര തവണ പറഞ്ഞു, നിനക്ക് വിവരമില്ലേ? നീ എന്ത് വർത്തമാനം സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ തന്നെ നമ്മൾ ഒരുപാട് ആലോചിക്കും. സെക്കൻഡ് ഹാൻഡ് ലവിനോടെ അലയുന്ന ഇവന്റെ പേരാണ് ആകാശ്. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് തിരുവിന്റെ ഫാമിലിയാണ്. അച്ഛാ, എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചേ? വേഗം പറ. നീ നാട്ടിലെ പെമ്പിളേർക്ക് മുഴുവൻ കല്യാണം നടത്തി കൊടുത്തുകൊണ്ടിരിക്കല്ലേ? ഞാൻ നിനക്കൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട്. ഫോട്ടോ കണ്ടാ നീ ഞെട്ടിപ്പോവും. എന്റെ മാട്രിമോണിയുടെ ഉദ്ഘാടനം തന്നെ ഈ പെണ്ണിന്റെ കല്യാണമായിരുന്നു. എത്ര കല്യാണം നടത്തി. ഓഫീസിൽ വന്ന് ഫോട്ടോ മോഷിക്കരുന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള. അച്ഛനും മോനും കൂടി കുറെ നേരം ആയല്ലോ കുശൂശും സംസാരിക്കുന്നേ. വായ അനങ്ങുന്നുണ്ട്, ശബ്ദം ഒന്നും കേൾക്കാത്തതെന്താ? ഒരു ശ്രവണ സഹായം മേടിച്ച് ചെവിയിൽ തിരികെ വെക്കാൻ എത്ര നാളായിട്ട് പറയാ. എന്തുവാടാ പറയുന്നേ? എടാ, മിഷ്യം വാങ്ങി ചെവിയിൽ വെച്ചാലേ ഇവക്ക് ചെവി കേൾക്കില്ലെന്ന് നാട്ടുകാർ അറിയില്ലേ? അമ്മയുടെ അടുത്ത് തൊണ്ട പൊട്ടി അലറി അലറി ഇങ്ങനെ തന്നെയാണ് ഒരു എല്ലാവരോടും ഫാമിലിയിൽ സംസാരിക്കുന്നത്. ഒരു ലൂസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു ഫാമിലി മൊത്തത്തിൽ ലൂസായിട്ട് കാണുന്നത് ഫയൽ ഇത് വെച്ചാൽ ആദ്യമായിട്ടാണ്. കാണുന്നില്ലല്ലോ. നമ്മുടെ വീട്ടിൽ എങ്ങനെയാടാ മയില് വരുന്നേ? ഇദ്ദേഹമാണ് ഡോക്ടർ രാമകൃഷ്ണൻ. ഈ കഥയിലെ നല്ല വെയിറ്റ് ഉള്ളൊരു കഥാപാത്രം. എന്നാൽ എത്ര വെയിറ്റ് ആണെന്ന് മാത്രം ചോദിച്ചേക്കരുത്. നേരെ എന്റെ മുന്നിൽ എനിക്ക് പറയാൻ കുറച്ച് വിഷമമുണ്ട്. നിങ്ങളുടെ ഹാർട്ട് കുറച്ച് വീക്കാണ്. അതുകൊണ്ട് ഒരു 10-15 ദിവസം മരണം മുന്നിൽ കണ്ടിട്ടും ഇങ്ങനെ സന്തോഷിക്കുന്നത് എന്റെ മരണം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. സാറെങ്കിലും കണ്ട് എൻജോയ് ചെയ്താരേ. ഐ ആം വെയിറ്റിംഗ്. പെൻസിൽ കുറുമ്പിച്ചപ്പോ ബ്ലേഡ് കൊണ്ട് കട്ടായിട്ട് രക്തം വന്നോണ്ടിരിക്കുക. സെപ്റ്റിക് ആകാതിരിക്കാൻ ബെറ്റാഡിയും പരട്ടി പെയിൻ കില്ലർ ആയിട്ട് ഒരു ടാബ്ലറ്റ് എടുത്തിരുന്നു. ടെറ്റനസിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അതും കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷനും സിറിഞ്ചും നേഴ്സ്, ഡോക്ടർ, ഇവിടെ വാ. ഇദ്ദേഹത്തിന് ATC കൊടുത്ത് രാവിലെ ഭക്ഷണം TT കൂടി എടുക്കണം. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അല്ല, നാടി എന്താ ടിക് 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 അത് വാച്ച് പിടിച്ചോണ്ടാ. നേഴ്സ്, ആന്റിബയോട്ടിക് കൊടുക്ക്. രാവിലെ വെറും വയറ്റിൽ കഴിക്കരുത്. ടീഷർട്ട് ഇട്ട് കഴിച്ചോളാം. നീ ആരാ? I'm തിരു. ഐ എം ഡോക്ടർ രാമകൃഷ്ണൻ. എന്ത് പറ്റി? മുറിവ് പറ്റിയത് ഈ കയ്യിലല്ല, അതിൽ കയറി പിടിച്ച ഒരു ചെറിയ ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞതിന് ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കറിയുന്നല്ലോ. അടുത്ത 15 ദിവസത്തിലെ ഒരു പെൺകുട്ടിയുടെ ജീവൻ തന്നെ പോവാ. 15 ദിവസം കൊണ്ട് ജീവൻ തന്നെ പോകുന്നു. അത് അറിഞ്ഞിട്ടും പ്രഭുദേവ് പോലെ ഡാൻസ് കളിച്ചിട്ട് അവള് പോയത്. ആരാ ഡോക്ടർ? അതാ ആ യെല്ലോ ചുരിദാറിട്ട് പോന്നില്ലേ, ആ പെണ്ണ് തന്നെ. പെൻസിൽ സാർ, ആ പെണ്ണിനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നല്ലോ. നേരത്തെ അറിയാവോ പെണ്ണിനെ? കുംഭകോണത്തിന് ക്ഷേത്രത്തിൽ വെച്ചാ ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. പ്രായമായവരോടുള്ള അവളുടെ സ്നേഹം കണ്ടപ്പോ ഞാൻ അതിശയിച്ചു പോയി. മോനെ, അവരൊന്നും ആ കുട്ടിയുടെ കുടുംബക്കാരെ അല്ല. വൃദ്ധസദനത്തിലുള്ളവരെ അമ്പലങ്ങളൊക്കെ ചുറ്റിക്കാണിച്ച് അവർക്ക് വസ്ത്രവും ഭക്ഷണവും ഒക്കെ മേടിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരിയാ. നോ ചാൻസ്. ഞാൻ അവളെ സിൻസിയറായിട്ട് പ്രേമിച്ചോണ്ടിരിക്കുക. കുംഭകോണത്തന്ന് ഹർത്താലായി. ഓട്ടോയും ബസ്സും ഒന്നും ഓടിയില്ലായിരുന്നു. അവളോട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വേണ്ടി നോക്കി നടന്ന ഞാനന്ന് ഞങ്ങൾ പകുതി ദൂരം മുന്നോട്ടേക്ക് പോയി. നീ ഒരു ടാക്സി പിടിച്ചു വന്നേട്ടോ. അവളോടൊപ്പം വന്ന ഫ്രണ്ട്സിന്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ പറ്റാതെ അവൾ ഒറ്റയ്ക്കായി പോയി. അപ്പോഴാ എന്റെ മുമ്പിൽ ഒരു ബുള്ളറ്റ് വന്നു പെട്ടത്. പട്ടിണി കിടന്നവന് ബിരിയാണി കിട്ടിയ പോലെയായിരുന്നു എനിക്ക് ആ ബുള്ളറ്റ്.
ശരവേഗത്തിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനും എന്റെ ലവറും. എന്റെ സ്നേഹത്തിന് സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് ദൈവം ഒരു ആക്സിഡന്റ് മനഃപൂർവ്വം. കണ്ണു തുറന്നു നോക്കിയപ്പോ അവള് വെള്ളത്തിൽ കിടക്കുന്ന ഞാൻ കണ്ടത്. വെള്ളത്തിൽ കിടക്കാന്ന് പറഞ്ഞാൽ കഴുത്തറ്റം വെള്ളത്തിൽ. നീ ഉണ്ടാക്കിയ ആക്സിഡന്റ് കാരണം മുള്ളുകൊണ്ട് എന്റെ ഡ്രസ് മുഴുവൻ കീറിപ്പോയി. ഇതെന്താ കുഞ്ഞുനാളിലെടുത്ത ഫോട്ടോയാ? എടുക്കല്ലേ കയ്യെ കെട്ടിയ ബെൻസ് കളഞ്ഞിട്ട് ഓട്ടോറിക്ഷ മേടിച്ചവന്റെ ഗതികേടായി പോയി എനിക്ക്. അടുത്ത സെക്കൻഡിൽ തന്നെ കിടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെ ബുള്ളറ്റ് പുഷ്പരാജ് അങ്ങോട്ട് വന്നു. എക്സ്ക്യൂസ് മീ, നിങ്ങളെല്ലാം നാടക ട്രൂപ്പിലുള്ളതാണ്. ഭാര്യ ഓടിച്ചു വന്ന് നീയല്ലേ? എന്ത് ഹാന്ന് മനസ്സിലായില്ലേ? എനിക്ക് എന്റെ ബുള്ളറ്റും ഭാര്യ ഒരുപോലെയാണ്. നീ അവളെ എന്താ ചെയ്തേ? സോറി, നിങ്ങളുടെ വൈഫിനെ ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് മിസ്യൂസ് ചെയ്തു. ഓഹോ, എന്റെ ഭാര്യയുടെ മേലെ കൈവച്ചല്ലേ? ഇപ്പൊ നിന്റെ ഭാര്യയുടെ മേലെ കൈവെക്കാൻ പോവാ. അവളുടെ ഫ്രണ്ട്സ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. മെഗാ സീരിയൽ പോലെ നീണ്ടുപോകേണ്ട എന്റെ പ്രേമം ഒരു ഷോർട്ട് ഫിലിം പോലെ അവസാനിച്ചു. ശരി, നിന്റെ പ്രേമം അവളോട് പറഞ്ഞായിരുന്നോ? കുറച്ചു ദിവസത്തിനുള്ളിൽ എന്തായാലും മരിക്കാൻ പോവല്ലേ, പിന്നെ ഞാനായിട്ട് എന്തിനാ വെറുതെ ആ കുട്ടിയെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത്? അതിനെപ്പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട. ആ പെണ്ണിനെ കൺവീൻസ് ചെയ്ത് വേറെ എന്റെ അടുത്ത് നിന്ന് ഐ ലവ് യു എന്ന് അല്ലല്ല സോറി, നിന്റെ അടുത്ത് നിന്ന് ഐ ലവ് യു എന്ന് പറയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കേ? 15 ദിവസത്തിനുള്ളിൽ മരിക്കാൻ പോകുന്ന സുമംഗല പേഷ്യന്റ് മാത്രമല്ല. ഡോണ്ട് വറി ഡി, നമുക്ക് അവളെ തീർച്ചയായിട്ടും എനിക്ക് ആ വിശ്വാസമുണ്ട്. അവളുടെ ഓപ്പറേഷൻ എത്ര ചെലവാണെങ്കിലും അത് നമ്മുടെ അസോസിയേഷൻ വഹിക്കണം. സാറമ്മയുടെ ആണോ? ഞാൻ സാറേ സംസാരിക്കുന്നത്. ഇതാരാ? ഈ 15-ാം തീയതി പഴനിയിൽ ഒരു ആഘോഷം നടക്കുന്നുണ്ട് മാഡം. ഞങ്ങളുടെ റോട്ടറി ക്ലബിന്റെ തീരുമാനം ബെസ്റ്റ് സോഷ്യൽ സർവീസ് വുമണായിട്ട് നിങ്ങളെ തെരഞ്ഞെടുക്കണമെന്നാണ്. വളരെ സന്തോഷമുണ്ട്. ഞാനും ഒരു ദിവസം പഴനിയിലേക്ക് വരണമെന്ന് നേർച്ച ഉണ്ടായിരുന്നു. അത് മുരുകനായിട്ട് നടത്തി. എന്ത് പറ്റിയതാ തനിക്ക് മാത്രം? ഈ പ്രായത്തില് കുറച്ചു നേരം മുന്നേ ഞാനും അറിഞ്ഞത് ഇത്ര വേഗം പോകുന്നു. എന്താ കുട്ടി ഇത് ഇത്ര സില്ലിയായിട്ടാണ് പറയുന്നത്? അതിലെന്തിരിക്കുന്നു? ദൈവം എപ്പോ വിളിക്കുന്നോ അപ്പൊ പോകേണ്ടി വരുമല്ലോ. എക്സ്ക്യൂസ് മീ. ഹലോ. അന്നത്തെ കാവടിയാട്ടത്തിലും പങ്കെടുക്കണം. രാവിലെയാണോ ചടങ്ങ്, വൈകിട്ടാണോ ചടങ്ങ്? എന്താ ഇത്? അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ തീരുമാനിക്കണമെന്നുണ്ടോ? വേറൊന്നുമല്ല, പോകുന്നതിന് മുമ്പേ എല്ലാം കൺഫേം ചെയ്തത് നല്ലതല്ല, അതുകൊണ്ടാ. എന്താ മാല ചാർത്തണമെന്നോ? എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല. നിങ്ങള് മാലയ്ക്ക് ചെലവാക്കുന്ന കാശ് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാലോ. ഹായ് ഡി. ഏയ് 15-ാം തീയതി ഞാൻ ഉണ്ടാവില്ല. പോക്ക് കൺഫേമാ. ഞാൻ പോകുന്നോണ്ട് ആരും വിഷമിക്കരുത് കേട്ടോ. പോട്ടെ. ആ, നമ്മുടെ ഫ്രണ്ട് നാളെ നമ്മളെ വിട്ട് പോവാൻ പോവാടി. ഹാപ്പി ജേണി. നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാടി. 99 കല്യാണം കഴിഞ്ഞിരിക്കുന്നു, 100ാമത്തെ കല്യാണം നടക്കാൻ പോകുന്നു. അപ്പോഴാ 15 ദിവസത്തിൽ ആ പെണ്ണ് ചാവാൻ പോവാന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? 15 പവൻ ഇടുള്ളൂ. നിങ്ങളെ കല്യാണം കഴിക്കാനായി ഞാൻ 50 പവന ഇട്ടോണ്ട് വന്നേ. അതിനേക്കാളും കുറഞ്ഞു പോയി എന്റെ മോന്. അയ്യോ, അതല്ല, ഇവൻ 15 ദിവസത്തില്. ഈ ഒച്ചപ്പാട് തന്നെ സഹിക്കുന്നില്ല. ഇനി കൈകൊണ്ട് എഴുതി കാണിക്കണമെന്നുണ്ടോ? എടാ, കൈന്ന് വിടടാ, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എടാ, നീ എന്റെ ഒരേ ഒരു മോനല്ലേടാ. നിന്റെ കല്യാണം ഗംഭീരമായിട്ട് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ?
15 ദിവസത്തിനുള്ളിൽ മരിക്കും എന്ന് പറയുന്ന പെണ്ണ് നീ കെട്ടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. അച്ഛാ, അച്ഛനോട് അന്ന് എല്ലാവരും വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും കാത് കേൾക്കാത്ത അമ്മയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച ആളല്ലേ? അതേ അച്ഛന്റെ മകൻ തന്നെ ഞാൻ. എത്ര നാൾ ഒന്നിച്ച് ജീവിക്കുന്നുള്ളത് പ്രശ്നമല്ല, അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുള്ളതാണ് കാര്യം. അവളെ എനിക്ക് അത്ര മാത്രം ഇഷ്ടമാണ്. അവൻ ഇഷ്ടമല്ല എന്ന് പറയുന്നത് കേട്ടില്ലേ? പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? എന്താ സംസാരിക്കാതിരിക്കുന്നത്? സംസാരിച്ച നിനക്ക് മനസ്സിലാവൂടി ലൂസേ. ആര് ലൂസ്? നിങ്ങളുടെ ലൂസ്, നിങ്ങളുടെ അച്ഛൻ ലൂസ്, നിങ്ങളുടെ അമ്മ ലൂസ്. ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരെ നമുക്ക് മൊത്തം ലൂസാന്ന് പറയും. എന്തൊരു കഷ്ടാണ് മനുഷ്യന്റെ കാര്യം. എടി, ആ ലൂസ് എന്ന് പറഞ്ഞ ഒരു വാക്ക് മാത്രം നീ എങ്ങനെയാടി കേട്ടത്? ഇതൊക്കെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. പോയേ. നിനക്ക് ഇത് തന്നെ വേണോടാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? അയ്യോ, ഇവക്ക് എപ്പോഴാ ചെവി കേൾക്കാന്ന് അറിയില്ലല്ലോ. It's so hard. I love you. എഴുതിക്കൊടി. ഭയം കൊണ്ട് അവന്റെ മുഖം വിളറിക്കൊണ്ടേയിരുന്നു. അവന്റെ കൈകൾ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. അവന്റെ ഹൃദയമിടിപ്പ് തീവണ്ടി പോലെ തടക് 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 അങ്ങനെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. എന്താ സർ, പേടിച്ചു പോയോ? ഞങ്ങൾ എല്ലാവരും സൈക്കോളജി സ്റ്റുഡൻസാ. ഓ, ഒരു ആവറേജ് പയ്യന്റെ അടുത്ത് ഒരു സുന്ദരിയായ പെണ്ണ് പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞോ, അവന്റെ റിയാക്ഷൻ എന്താന്ന് ടെസ്റ്റ് ചെയ്തതാ. നാട്ടിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലോ, എന്തിനാ എന്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കുന്നത്? കൂൾ കൂൾ സർ, ടെൻഷൻ ആവല്ലേ. നമുക്ക് സെൽഫി എടുക്കാം. സാറിന്റെ ഫോൺ ഇതാ. ഇപ്പൊ തരും സാർ. വാട്സാപ്പിൽ ഫോട്ടോ അയക്കാൻ വേണ്ടി എന്റെ പേരും നമ്പറും ഈ ഫോണിൽ സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തിനാടി എന്നെ ഇങ്ങനെ കൊല്ലുന്നത്? ഓക്കേ ഹാൻസം, ബൈ. ബൈയും ചെയ്യുന്നല്ലേ ബാബോ? നമുക്ക് അടുത്ത സിഗ്നലിൽ പോയി വേറെ പയ്യനെ പിടിക്കാം. 15 ദിവസത്തിനകം മരിക്കാൻ പോകുന്ന സാറിന്റെ അടുത്ത് നിന്റെ ലവിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 5 ദിവസം കഴിഞ്ഞു. ഇനി 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നെങ്കിലും നീ അവളോടൊന്ന് തുറന്നു പറയും. ഞാനെന്ത് സഹിക്കാൻ തയ്യാറാ. എന്റെ ജാതക പ്രകാരം എനിക്ക് സെക്കൻഡ് ഹാൻഡേ സെറ്റ് ആവും. തിരു, അപ്പൊ എനിക്ക് സെറ്റ് ആവും. നീ വാ. ഒരർച്ചനക്കുള്ളൂ. എടേ സാറാ, ഇതാടെ പറ്റിയ സമയം, നീ ചെല്ല്. ദൈവമേ, സുമംഗലിക്ക് നീണ്ട ആയുസ് കൊടുക്കണേ. ദൈവമേ, സാറൊക്കെ ദീർഘായുസ് കൊടുത്തേക്കണേ. ആ റിംഗ് ടോൺ ഒന്ന് മാറ്റിടും. 100 വർഷം ആയുസോടെ ഇരിക്കട്ടെ. 100 വർഷമൊന്നും വേണ്ട, 10 ദിവസം ജീവിച്ചാലും അന്തസ്സായിട്ട് ജീവിക്കണം. സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ റിംഗ് ടോൺ മാറ്റി സാറേ. ഇപ്പൊ ഒന്ന് കേട്ടി നോക്കേ. ഓ, ആയിക്കോട്ടെ. തിരുമേനി നമസ്കാരം. നമസ്കാരം. അദ്ദേഹം എന്ത് പൂജ ചെയ്തിട്ടാ പോയത്? ആ ചെക്കൻ ഏതോ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടത്രേ. ആ പെണ്ണിന് ഇനി 15 ദിവസത്തെ ആയുസേ ഉള്ളൂ. ആ പെണ്ണിന്റെ ദീർഘായുസിന് വേണ്ടിയിട്ട് നവധാന്യ പൂജ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. സത്യത്തിൽ ആ പെണ്ണ് ഭാഗ്യശാലിയാ. നമ്മൾ കുംഭകോണത്തിൽ വെച്ച് കണ്ടില്ലേ തിരു? അദ്ദേഹം നമ്മളെ വിചാരിച്ച പോലെ അല്ല കേട്ടോ. വളരെ നല്ല ക്യാരക്ടറാ. സുമംഗലയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നിട്ടും അവൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാ. അതേടി, ഹീസ് റിയലി ഗ്രേറ്റ്. സാറമോളെ, അച്ഛാ,
എവിടെ പോയത്? എന്റെ പുന്നാര മകളെ സാറേ, ഞാൻ നിന്നെ അമ്പലത്തിൽ എവിടെയൊക്കെയാണ് നോക്കുക, ശ്വാസം മുട്ടുന്നു. സാറാ, അന്ന് ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വന്നില്ലേ? നിന്റെ ഒരു ഫ്രണ്ട് സുമംഗലിയില്ലേ, നിന്റെ അസോസിയേഷൻ മുഖാന്തരം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞില്ലേ? ആ പെണ്ണ് ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന്, കല്യാണം കഴിക്കാൻ പോവാണെന്ന്. അയാൾക്ക് താടിയുണ്ടോ? തിരു, എനിക്ക് ഇപ്പഴാ അയാളെ പറ്റി അറിയാൻ കഴിഞ്ഞത്. അവൻ ആ പെണ്ണിനെ ജീവിതത്തിലും സ്നേഹിക്കുന്നുണ്ട് മോളെ. ആ പെണ്ണിന് ഇന്നാണ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. സർ, ഏയ് തിരു, ഒരു ഹാപ്പി ന്യൂസ്. ആ 15 ദിവസം കഴിഞ്ഞ് മരിക്കാൻ വന്ന പെണ്ണിന്റെ അടുത്ത് നിന്റെ ലവിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ ഹാർട്ട് ബീറ്റും പൾസും എല്ലാം നോർമലായി മോനെ. ആ പെണ്ണിന് ഓപ്പറേഷൻ നടന്നു. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ആ പെണ്ണിന്റെ അസുഖം എല്ലാം മാറി. ഇത് സത്യമാണോ? അതെ മോനെ, നിന്റെ ലവ് അത്രയും പവർഫുൾ ആടാ. അവൾ എന്താ സാർ പറഞ്ഞത്? ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എന്റെ മോളാണ് നിന്നെ പറ്റി പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിച്ചത്. സോ സ്വീറ്റ്. ആ കുട്ടിയോടും എന്റെ താങ്ക്സ് ഒന്ന് അറിയിച്ചേക്കിട്ടു സാർ. എന്റെ മോൾ അടുത്ത് തന്നെ നീ തന്നെ പറഞ്ഞേക്ക്. മോളെ, സുമംഗലിയുടെ ബോയ് ഫ്രണ്ടാ തിരു. ഓ, തിരു ആണോ? ഹലോ, ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയാ. ആക്ച്വലി ഞാനാ നിങ്ങളോട് താങ്ക്സ് പറയേണ്ടത്. അല്ല തിരു, ഒരേ ഒരു സംശയം, ആ പെണ്ണിനോട് എങ്ങനെ നിങ്ങൾക്ക് പ്രേമം തോന്നിയത്? ഫസ്റ്റ് ലുക്കിലേ ഞാൻ ഫ്ലാറ്റായി. ഇയാള് ചിരിക്കുന്നതും ആ കുട്ടി ചിരിക്കുന്നതും ഒരുപോലെ തന്നെ. കൃത്യസമയത്ത് തന്നെ വന്നല്ലോ സാറേ. കൂടെ നമ്മുടെ കക്ഷിയുണ്ട് കേട്ടോ. അതേതാ? ഇനി ഡോക്ടറെ മോളൂലായിരിക്കോ? കണ്ടിട്ട് തോന്നുന്നില്ല. അമ്മയുടെ ചായ ആയിരിക്കും, ആർക്കറിയാം. നമ്മളിവിടെ വന്നത് തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. നിന്റെ മനസ്സ് എന്താ ഉള്ളതെന്ന് പറ. ഫസ്റ്റ് ടൈം ഞാൻ തന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ തനിക്ക് എന്നെ ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. തന്നോട് പറയാൻ എനിക്ക് വാക്കുകളെ വരുന്നില്ല. നോ വേർഡ്സ്. അവൻ മനസ്സിലുള്ളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ മനസ്സ് എന്താ വെച്ചാൽ തുറന്നു പറഞ്ഞേക്ക്. എത്ര സ്നേഹം മനസ്സിലുണ്ടെങ്കിലും ഒരു പെണ്ണിന് ഇതുപോലെ ഓപ്പണായിട്ട് പബ്ലിക്കില് അത് തുറന്നു പറയാൻ കഴിയില്ലല്ലോ. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. കുട്ടിയുടെ കണ്ണുകളിലുള്ള ആ സ്നേഹം എനിക്ക് ശരിക്കും കാണാനാവുന്നു. നമസ്കാരം. 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 നല്ല ലക്ഷണമൊത്ത പെണ്ണേട്ടാ. ഒരു നല്ല ദിവസം നോക്കി കല്യാണം ഉറപ്പിക്കല്ലേ? എന്തുവാ നിങ്ങൾ ഈ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഒരു നല്ല ദിവസം നോക്കി കല്യാണം ഉറപ്പിക്കാന്നങ്ങ് പറഞ്ഞൂടെ? ഇത്തിരി കുറവുണ്ടല്ലേ സാറേ? അവൾക്ക് ചെറുതായിട്ട് കുറച്ച് കേൾവി കുറവുണ്ട്, അതാ. എന്റെ കാത് കേൾക്കുന്നതാ. ഭയങ്കര തമാശക്കാരനല്ലേ? കുടുംബങ്ങൾ ഇത്രയധികം സന്തോഷിക്കാൻ കാരണക്കാരിയായ കുട്ടിക്ക് ഞാൻ എന്റെ എല്ലാം നന്ദി അറിയിക്കുന്നു. സാറിന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ താങ്ക് യു സോ മച്ച്. ഓക്കെ. താങ്ക്സ്. സൂപ്പറാ. ദുബായ് രാജ സംസാരിക്കുന്നേ. ഇന്ത്യയിലേക്കൊന്നും വരാൻ എനിക്ക് സമയമില്ല.
പിന്നെ പറ, നിനക്കിപ്പോ കല്യാണം കഴിക്കുന്ന നിർബന്ധമാണോ? തീർച്ചയായിട്ടും. സമയം ഇപ്പൊ 7:30. കല്യാണം കഴിഞ്ഞ ഓരോ സെക്കൻഡും 7:30 ആയിരിക്കും. സമ്മതമാണോ? കല്യാണം കഴിച്ചില്ല അച്ഛൻ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞു. കല്യാണം കഴിച്ച നീ ആത്മഹത്യയോടാ? ഇവള് ചെന്നൈയിലുള്ള പെൺകുട്ടിയാ, പേര് സാറ. ഇതാ നോക്ക്. ഈ പെണ്ണ് വേണ്ട. എന്താ നീ പറയുന്നത്? വേണ്ടിയാ, നീ കാരണം പറ. ഡോക്ടർ, ഇനി എന്റെ ലവർക്ക് ഒരു കുഴപ്പമില്ലെന്നല്ല എന്ന് പറഞ്ഞത്. എന്നിട്ടാണ് അവള് റോട്ടിൽ ബോധം കെട്ട് വീണുപോയത്. നിന്റെ ലവർ എന്റെ മുമ്പിൽ നിന്ന് മസാല ദോശ കഴിച്ചോണ്ടിരിക്കുക. മസാല ദോശ അല്ല, ഒനിയൻ മുത്തപ്പം കുറച്ച് ലേറ്റ് ആവെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഗ്യാപ്പിൽ ഞങ്ങള്. അയ്യോ ഡോക്ടർ, എന്റെ ലവർ കൺഫേം ആയിട്ട് എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. എവിടെയുള്ളൂ നീ? രണ്ടുപേരും ഒന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയോ? നിന്റെ ലവറെ കയ്യോടെ ഞാൻ കൊണ്ടുവന്നിരിക്കുക. തിരു, ഇത് നിങ്ങളുടെ മോളല്ലേ സാർ? ഏയ്, ഈ കുട്ടിയിലെ എന്റെ ലവർ. അയ്യോ, ഇതെന്റെ ഡോക്ടറെ പോലെ. എന്റെ ഡോക്ടറെ ലവറാണ്, ലവറിന്റെ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അപ്പോ സാറിന്റെ ഡോക്ടറാണ് എന്റെ ലവർ അല്ലേ? ക്ലിയർ ആയിട്ട് പറ, ആരാ ഡോക്ടർ, ആരാ ലവർ? എനിക്കെല്ലാം ക്ലിയർ ആയിട്ട് അറിയാം. നിങ്ങൾക്കാണ് കൺഫ്യൂഷൻ. ഡോക്ടർ ഡോക്ടർ, ലവർ ലവർ. എന്താ ആലോചിക്കുന്നേ? 15 ദിവസത്തിൽ മരിക്കുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറായ ഇദ്ദേഹം എത്ര വലിയ മനുഷ്യനാ. ഫസ്റ്റ് ടൈം ഞാൻ കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടമായി. എന്ത് പറ്റിയതാ ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടിക്ക് ഇങ്ങനെ? ആ പെണ്ണിന്റെ ദീർഘായുസിന് വേണ്ടിയിട്ട് നവധാന്യ പൂജ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല. വേണ്ട, ഇതിവിടെ വെച്ച് നിർത്തിയേക്ക്. അങ്ങനെ പറഞ്ഞാ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമോ? പ്രോമിസ്. ഇരു മനസ്സും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സാഹചര്യത്തിൽ നല്ല അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബത്തിൽ പിറന്ന തിരുവിന്റെ അച്ഛനമ്മമാരുടെ തീരുമാനപ്രകാരം ഞായറാഴ്ച രാവിലെ 10:30-ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഇരുവരും പരസ്പര ധാരണ പ്രകാരം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം ഈ അവസരത്തിൽ അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ മംഗളകർമ്മ ശുഭകരമായി നടത്തുവാൻ എല്ലാവരും സഹകരിക്കണം. തിരുമേനി, നിങ്ങൾക്ക് ഈ കുടുംബത്തെ പറ്റി നന്നായിട്ട് അറിയാമല്ലേ? അതെ ഡോക്ടർ. പിന്നെ ഇത് സാറയുടെ ചേച്ചിയാ, അതായത് എന്റെ മൂത്ത മകള് ഗായത്രി. ഇതവളുടെ ഹസ്ബൻഡ് മിസ്റ്റർ അരുൺ. തിരു അവന്റെ മാട്രിമോണി കമ്പനിയില് ഇതുവരെ 99 കല്യാണം നടത്തിയിട്ടുണ്ട്. ഏതായാലും 100ാമത്തെ കല്യാണം അവന് വേണ്ടി നടത്തുന്നതിൽ വലിയ സന്തോഷം. പിന്നെ ഒരു കാര്യം, അടുത്ത ശനിയാഴ്ച നമ്മൾ തിരുപ്പതി പോയിട്ട് ഭഗവാനെ ദർശനം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങാം. അന്ന് വൈകുന്നേരം റിംഗ് ചേഞ്ചിങ് സെറിമണി ആൻഡ് റിസപ്ഷൻ. അടുത്ത നാൾ മോർണിംഗ് മുഹൂർത്തം. എന്താ മരു, നിനക്കൊക്കെ അല്ലേ? മരു? അതെ മോനെ, ബ്രദറിനെ ബ്രോ എന്ന് പറയുമ്പോ മരുമകനെ മരോ എന്ന് പറയാമല്ലോ അല്ലേ? അതെ, എനിക്കൊരു ഐഡിയ. നമുക്ക് ഈ കല്യാണം തിരുപ്പതി വെച്ച് നടത്തിയാൽ എന്താ? ഓ, അദ്ദേഹം അത് തന്നെയാ പറഞ്ഞത്. അതെയോ? ഇവര് അന്യോന്യം സംസാരിച്ച പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അത്ര ഒച്ചത്തിലല്ലേ? 1 മിനിറ്റ് പ്ലീസ്. നമ്മുടെ രാജ ദുബായ് തിരു, എന്തുണ്ട് വിശേഷങ്ങൾ? ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എന്തൊക്കെയുണ്ട്? ഓക്കെ. നീ നാളെ തന്നെ ഇങ്ങോട്ട് കയറി വരണം. എന്ത്? ഈ സൺഡേ ആണ് തിരുപ്പതിയിൽ വെച്ച് എന്റെ കല്യാണം. നാളെയോ? നീ എന്താ കളിക്കാ? ദുബായിൽ 4 ഹോട്ടലിന്റെ കൺട്രോളില്ല. ഒരു ദിവസം ഞാൻ ഇവിടെ എല്ലാം കൊളാവും. നിന്നെ ചീത്തറല്ലേ?
ശരി, നാളെ ഞാൻ വന്ന് നിന്റെ കല്യാണം ഞാൻ നിർത്തിത്തരാം. ആരാ മരോ? സാർ എൻ്റെ ഫ്രണ്ട് ദുബായിലാ, രാജ. ഞാനും അവനും തമ്മിൽ ചെറുപ്പം തൊട്ടേ തിക് ഫ്രണ്ട്സാ. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജീവൻ കൊടുക്കും സാർ. ദുബായ്, നിനക്ക് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ? റെയിൽ പാളത്തിൽ തലവെച്ച് കിടക്കുമ്പോ വരുന്നത് കുർല എക്സ്പ്രസ് ആണോ ചെന്നൈ മെയിലാണോ നാരടാ നോക്കുക. നാളെ തിരുവിന്റെ കല്യാണം അല്ലടാ, എന്നിട്ടാണ് നീ ഇങ്ങനെ അപശകുനം പറയുന്നത്? കല്യാണം തന്നെ ഒരു അപശകുനം അല്ലടാ. ഇവൻ കല്യാണം ആയിട്ടില്ല എന്നുള്ള അഹങ്കാരത്തിലാ സംസാരിക്കുന്നത്. എന്റെ കുട്ടി വേറെ റേഞ്ചാ, സിമ്പിൾ ആൻഡ് ഹോംലി. ഐഫോൺ നോക്കാൻ വേണ്ടി മാത്രമാ ഞാൻ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. നോക്കടാ, നിനക്ക് ഷോക്കാവും. വെബ്സൈറ്റ് ഉണ്ട്. തിയേറ്ററിലും ബീച്ചിലും പാർക്കിലും ലവേഴ്സ് ചെയ്യുന്ന വിക്രിയകൾ അവരറിയാതെ റെക്കോർഡ് ചെയ്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ലീക്കായ വീഡിയോ ആണിത്. ദുബായിലുള്ള ഞാൻ കണ്ടു, നിങ്ങളാരും കണ്ടിട്ടില്ലേ? അവിടെ ഒന്നും ചുമ്മാ വിടാൻ പാടില്ലടാ. തിരു, ഫോൺ വിളിക്കണോടാ. എൻഗേജ് അല്ലേ? പിള്ളേരൊക്കെ കുട്ടിക്കാലത്ത് ടോയ്സ് ആയിട്ട് കളിക്കുമ്പോ ബോയ്സ് ആയിട്ട് കളി. കിട്ടിയില്ലേ? കിട്ടിയില്ലെങ്കിൽ എന്താ? വീഡിയോ റെക്കോർഡ് ചെയ്ത് നല്ല അസല് തെറി അങ്ങോട്ട് കൊടുത്തേ. നല്ല അസല് തെറിയായിരിക്കണം. ഞാൻ നിന്നെ ജീവനെ തുല്യ സ്നേഹിച്ചത്. നീ എന്താടാ ഇത്? എന്ത് ജീവൻ മൈ? നല്ല അടിവയറ്റിന്ന് വരണം. എടി സാറേ, നീ എന്താ വലിയ അവിസാരിക്കയാ? അങ്ങനെ വിളിക്കലാളിയാ അവളെ. വിളിക്കളിയാ, വിളിക്ക്, ഞാൻ നോക്കിക്കോളാം. എടി സാറേ, നീ അത്ര വലിയ സാരികയാണോ? എന്താടാ? അതെന്തിനാ അഭിക്കും സാരിയൊക്കെ ഒരു ഗ്യാപ്പ്? നീ പറഞ്ഞ എങ്ങനെയുണ്ടെന്നറിയോ? അഭി സാരിക എന്നാ നീ പറഞ്ഞത്? അങ്ങനെയല്ല, അഭിസാരിക. അഭിസാരിക 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 അഭിസാരിക. എടി സാറേ, നീ അത്ര വലിയ അഭിസാരികയാണോടി? ഞാൻ നിന്റെ പിന്നാലെ നടന്ന് പ്രേമിച്ചാലടി. പക്ഷെ നീ പറഞ്ഞു പറ്റിച്ച് വഞ്ചിക്കല്ലായിരുന്നു. എടി, നിന്റെ ചേച്ചി ലോകത്തേക്ക് വെച്ച ഏറ്റവും വലിയ ചെറ്റയിലടി. നിന്റെ അച്ഛൻ എനിക്ക് അങ്ങനെ ആരുമല്ലടി. പക്ഷെ എനിക്കറിയാം, നാട്ടുകാർക്ക് മൊത്തം മാമാപണി ചെയ്യുക. നിങ്ങളെ പോലെ ഗതിയില്ലാത്തടന്ന് ഞങ്ങളെ പോലുള്ള ഒരു കല്യാണം ആലോചിച്ചു തന്നെ ഏറ്റവും വലിയ തെറ്റാടി. എത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിച്ചതെന്ന് നിനക്കറിയാമോ? അന്ന് നിനക്ക് എന്നൊരു പുതിയ ഫോൺ മേടിച്ചു തരാന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ? വേണ്ട വേണ്ട, ഈ ഫോൺ എനിക്ക് വേണം, എനിക്ക് 2 ഫോൺ ഉപയോഗിക്കണം. അന്നൊന്നും എനിക്ക് മനസ്സിലായില്ലേ. എനിക്ക് ഇപ്പഴാ മനസ്സിലായത്, നിനക്ക് എന്താണെങ്കിലും അത് 2 വേണമെന്ന്. സോ സെക്കൻഡ് ഹാൻഡ്. ചിലപ്പോ അത് തേടോ ഫോർത്തേക്കായിരിക്കും, പറയാൻ പറ്റില്ല. എന്തടി, നിനക്ക് മാത്രമേ സെക്കൻഡ് ഹാൻഡ് പാടുള്ളൂ? തിരുവിനുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഞാനടി തിരുവിന്റെ സെക്കൻഡ് ഹാൻഡ്. സൂപ്പർ സൂപ്പർ. ഇത് കണ്ട സാറാ ഫ്ലാറ്റ്. നീ ഒരു ഫ്രണ്ട് ആണോടാ? ഒരു ഫ്രണ്ടിന്റെ ജീവിതം കൊണ്ടാണ് നീ കളിക്കുന്നത്. എന്തേ ഞാൻ കളിക്കുന്നതാ? എടാ, അവളെല്ലാം എന്റെ ജീവിതം കൊണ്ട് കളിച്ചത്. ഫ്രണ്ടിന്റെ അർത്ഥം നിനക്ക് അറിയോടാ? വെറുതെ ഫ്രണ്ട് ആയിട്ട് നിന്റെ കാര്യമില്ലടാ, കൂടെ നിൽക്കണം. അവസാനം വരെ നിൽക്കുന്നവരാടാ യഥാർത്ഥ ഫ്രണ്ട്. ഇപ്പൊ കാണിച്ചു തരടാ. എന്താടാ? എടാ, രാവിലെ 4 മണി തൊട്ട് വിളിക്കുന്ന. അച്ഛാ, എടാ, സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ വന്നു തുടങ്ങി. നീ ഇതെവിടെ പോയി കിടക്ക? ഒന്ന് വേഗം വാ. കല്യാണം നിർത്താൻ പറടാ. അച്ഛാ വേണ്ട. നീ സംസാരിക്കും.
ഇപ്പൊ നിങ്ങൾ കണ്ടത് ആനന്ദ ചിരി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കല്യാണ പെണ്ണ്. കല്യാണത്തിന് മുൻപ് ഒരു സ്മാർട്ട് പയ്യനായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നൊന്ന് വിചാരിക്കും. ആ സത്യം മനസ്സിലാക്കിയ നാട്ടുകാർ ആ പയ്യനെ നോക്കി ഒരു പ്രത്യേക തരത്തിലായിരിക്കും ചിരിക്കുക. എന്താ? ആരാ? ആരാ നിങ്ങള്? അവനെ അടിക്ക്. എന്താ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നേ? നിങ്ങളുടെ മകൻ കാണിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾ വിചാരിക്കുന്ന പോലും സംഭവിച്ചിട്ടില്ല. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് പേരുടെ സൗണ്ട് അനുകരിക്കാറുണ്ടായിരുന്നു. നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആവാനായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഒരുപാട് ചാനലുകൾ ഞാൻ കയറി ഇറങ്ങി. പക്ഷെ എൻ്റെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. ആ വിഷമത്തിൽ മനസ്സുമെടുത്ത് ആത്മഹത്യ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. സാറയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ആ സമയത്ത് സാറ എന്നെ പരിചരിക്കുന്ന ചില ദൃശ്യങ്ങൾ അവിടെ നിന്ന് ഏതൊരുത്തം ഫോണിൽ ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. പക്ഷെ അതിനെപ്പറ്റി ഒന്നും ലെവലേഷൻ ചിന്തിക്കാതെ എനിക്ക് ചാനലിലൊരു ചാൻസ് വാങ്ങി തന്ന് എൻ്റെ ജീവിതം രക്ഷിച്ചു. ഇന്ന് ഞാൻ ഈ അവസ്ഥയിലിരിക്കാനുള്ള കാരണം ആ ദൈവം തന്നെയാണ്. നിങ്ങൾ സന്തോഷമായിട്ട് കല്യാണത്തിന് പോകുമ്പോ ആ വീഡിയോ ഒരുത്തൻ നിങ്ങളെ കാണിച്ചില്ലേ? ആ തെമ്മാടി അവനെ എന്റെ കൈ കിട്ടിയ തലക്കിട്ട് കൊടുക്കുന്നു. എന്തായാലും നന്നായി മോനെ. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് എന്തായാലും നേരെ ഇങ്ങോട്ട് വന്നല്ലോ. അതേസമയത്ത് ചീത്ത കൂട്ടുകാരുടെ ഉപദേശം കേട്ട് രാത്രി മദ്യപിച്ച് ലെക്ക് കേട്ട് അവളെ ഫോൺ ചെയ്ത് വഴക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ കല്യാണം തന്നെ മുടങ്ങിപ്പോയേനെ. അതുകൊണ്ടാണ് ഞാൻ രാത്രി പറഞ്ഞത് വെള്ളൊടിച്ച് മെസ്സേജ് അയക്കരുത്. തെറ്റാണ്. ഞാനും ഒന്ന് നല്ലപോലെ ആലോചിച്ചിട്ട് ഫോൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞോന്നൊരു സംശയം. ദേഷ്യപ്പെടില്ല അളിയ. അളിയൻ കെട്ടാൻ പോണ പെണ്ണ് നല്ലവളായിക്കോട്ടെ നീർത്തി ചെയ്തതാ. ദേഷ്യപ്പെടില്ല അളിയ. വിടളി. വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞു. ഇനിയിപ്പോ വിട്ടിട്ട് എന്താ പ്രയോജനം? അവള് ഡെഫിനറ്റ് ആയിട്ട് ആ മെസ്സേജ് കണ്ടിട്ടുണ്ടോ? എല്ലാരും കൂടെ എന്തായാലും തൊലച്ചല്ലോ. നിന്നെയൊക്കെ ഫോൺ അടിക്കുന്നു. നീ എടുത്തിട്ട് ആരാ നോക്ക്. അവളുടെ അച്ഛനെ വിളിക്കുന്നേ. എന്ത് ആലോചിക്കുന്ന? എടുത്തിട്ട് ധൈര്യമായിട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന പോസിറ്റീവായിട്ടാണെങ്കിൽ മെസ്സേജ് കണ്ടില്ലെന്ന് അർത്ഥം. ഇനിയല്ല നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നെങ്കിൽ അതോടെ എല്ലാം തീർന്നു നടത്താം. എന്റെ കയ്യിൽ നിന്ന് വാങ്ങും നീ. മോനെ ഗുഡ് മോർണിംഗ്. വേർ ആർ യു? എന്നെ നോക്കാതെ മറുപടി പറ. ഹലോ ബരോ. സംസാരിക്കും. മോനിപ്പോ എവിടെത്തി? നിങ്ങളിപ്പോ എവിടെയുള്ളത്? തിരുപ്പതി പോകുന്ന വഴിയിലെ തിരുവേലങ്കാട്ടില് കുലദൈവ അമ്പലത്തില് കുടുംബത്തോടെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുക. സാരക്ക് ഞങ്ങൾ വിചാരിച്ച പോലത്തെ പയ്യനെ കിട്ടിയ എല്ലാരും കൂടി ക്ഷേത്രത്തിൽ വന്ന് പട്ടുസാരി ചാർത്തി ചുറ്റുവിളക്ക് കത്തിച്ച് അന്നദാനം നടത്താമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിനോടൊരു നല്ല മരുമകനെയാ ചോദിച്ചത്. എന്നാൽ നല്ലൊരു മകനെ തരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ മരോ ചോദിക്കുന്നോട് തെറ്റിദ്ധരിക്കരുത്. ഒരു ചെറിയ സഹായമാ. വരുന്ന വഴിയിലെ തമിഴ്നാടിന്റെ ആന്ധ്രയുടെയും ബോർഡറില് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ ഒരു ചെറിയ ഇഡ്ഡലിക്കടയുണ്ട്. അവിടുത്തെ മസാല വട സൂപ്പർ. ഒരു 3-4 സെറ്റ് വടയും കുറച്ച് ചമ്മന്തിയും കെട്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന എന്റെ ജീവനുള്ള കാലത്തോളം എന്റെ വയറ് നിന്നെ മറക്കില്ല. കേട്ടല്ലോ? ഓക്കെ സാർ. എന്താ സാറെന്നൊക്കെ വിളിക്കുന്നത്? അങ്കിളെന്ന് വിളിക്കേ. അതല്ലേ ഇപ്പോഴത്തെ സ്റ്റൈല്. അങ്കിൾ വേഗം വാ എന്റെ മരോ. ഓക്കെ അങ്കിൾ. നീ വിഷമിക്കാതിരിക്കും. ഈ
ഈ മെസ്സേജ് സാറയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ഈസി ആയിട്ടൊരു വഴിയുണ്ട്. ആക്ച്വലി ഡിലീറ്റ് ഫോർ എവറി വൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ പിന്നെ അവളുടെ ഫോണിൽ ഒരിക്കലും ഇത് കാണാൻ പറ്റില്ല. എടാ ആ കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷെ അത് 1 മണിക്കൂറിനുള്ളിൽ ചെയ്യണം. ഇതിപ്പോ ഒരു രാത്രി പിന്നിട്ടിരിക്കുക, ഇനി ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, ഇന്നലെ വെള്ളമൊടിച്ച ഒരു ഉത്തരവാദിത്വം അത് രണ്ടും കിടന്ന് ഉറങ്ങിയതല്ലേ, പിന്നെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും? ഉത്തരവാദിത്വം വേണ്ടേ? ദേഷ്യപ്പെടാതെ തിരൂ, നീ ആ ഫോൺ എടുക്ക. നോക്ക്, സിംഗിൾ ടിക്കറ്റ് വീണിട്ടുള്ളൂ. മെസ്സേജ് പോയിട്ടുണ്ട്, പക്ഷെ സാറേ അത് ഇപ്പോഴും കണ്ടിട്ടില്ല. സമാധാനമായല്ലോ? ഇതെ നോക്ക്, നിന്റെ അങ്കിള് തിരുവേലങ്കാട് നിന്ന് അന്നദാനം കഴിഞ്ഞിറങ്ങാൻ ചുരുങ്ങിയത് 1.5 മണിക്കൂറെങ്കിലും എടുക്കും. തിരുവേലങ്കാട് നിന്ന് തിരുപ്പതിക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തും സിഗ്നൽ കിട്ടില്ല. കാരണം ഞാൻ അതുവഴി നേരത്തെ പോയിട്ടുണ്ട്. സാറ ഈ മെസ്സേജ് കണ്ടിരിക്കാൻ ഒരു ചാൻസും ഇല്ല. സോ എത്രയും വേഗം ഇവിടുന്ന് പുറപ്പെട്ടു പോയി നിന്റെ അങ്കിളിന്റെ കാർ തടഞ്ഞു നിർത്തി സാറയുടെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാ പ്രശ്നവും സോൾവ് ആവും. ഒരു കാര്യം ചെയ്യണം, തിരുപ്പതി ബസ്സിൽ പോയാലേ സാറേ നമുക്ക് പിടിക്കണം. ഗൂഗിൾ ആൻറ്റി പറഞ്ഞാടാ. വാ. ഓ വാ 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 വാ. എന്താ സോങ്? രാജ സർ രാജാവാടാ. വെറുതെയാണോ ഈ ഞാൻ ഇന്ന് വിളിക്കുന്നത്? സൂപ്പർ. ഇപ്പൊ ഒരു വയലിന്റെ പീസ് വരും, നോക്കണേ. എന്താ ഇതിനകത്തൊരു മുറുക്ക് നിന്ന ശബ്ദം? ഓ, പല്ലി അടിക്കുന്നതിന്റെയാ? സോറി. Take the next right destination will be on the right. ദുബായ് ഗൂഗിളിൽ കൊടുത്ത സ്ഥലം കറക്റ്റ് അല്ലേ? അതെ. അല്ല, ഇതിനു മുൻപ് നീ ഇതുവഴി വന്നിട്ടുണ്ടോ? പിന്നല്ലാതെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും അമ്മയും കൂടി തിരുപ്പതിക്ക് പോകുമ്പോ ഈ റൂട്ടിൽ ഞങ്ങൾ വന്നത്. ആ റൂട്ട് തന്നെ ഗൂഗിളിൽ ഇട്ടിരിക്കുന്നത്. നോക്ക്, നോക്കടാ. കണ്ട കണ്ട കണ്ട. കൃത്യസമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ എത്തിയനെ. തിരുപ്പതിക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട് സാർ? 13 കിലോമീറ്റർ ഉണ്ട്. 13 കിലോമീറ്റർ. വേഗം പോകാം പ്ലീസ് സാർ. നമ്മൾ തിരുപ്പതി എത്തിയടാ. തിരുപ്പതി ഭഗവാനെ. സർ, ആ ബോർഡില് അതിലെ പോട്ടെ, അങ്ങോട്ട് ലെഫ്റ്റിലേക്ക്. മൂത്തമരോ, വെട്ടിയെല്ലാം കറക്റ്റ് അല്ലേ? ആ, അതെല്ലാം നോക്കി. ചെറിയ മരോ, എന്തിനാ പോലീസിന്റെ വണ്ടിയിൽ വന്നത്? വരുന്ന വഴിയിൽ കാറ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ പോലീസുകാർ ലിഫ്റ്റ് തന്നാ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? സമാധാനം മോനെ. വടയും ചട്നിയും വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞില്ലേ? വാങ്ങിച്ചോ? അത് കാക്ക ഒത്തുകൊണ്ടുപോയി. വട പോയല്ലേ? ഒരു വട സംരക്ഷിക്കാൻ പറ്റാത്ത നീ എങ്ങനെ എന്റെ മോളെ നീ സംരക്ഷിക്കുന്നത്? ആ, സാരമില്ല. ആ മോളെ, എന്താ ഫാമിലിയുടെ ഇപ്പോഴത്തെ സന്തോഷം കണ്ടിട്ട് മെസ്സേജ് കണ്ടിട്ടില്ലെന്നാ തോന്നുന്നു. അതെന്തിനാണ് അത്ര ഷോക്കായിട്ട് പറയുന്നത്?
എന്താ മോളെ? എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ചെയ്തേ? ഞാൻ നിന്നെ എത്ര സിൻസിയർ ആയിട്ട് സ്നേഹിച്ചവളാന്നറിയോ? എന്തിനാ ഇങ്ങനെ ഒരു മെസ്സേജ്? നിന്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് 1000 തിരുപ്പതി ലഡു ഓർഡർ ചെയ്തേക്കുന്നത്. ആ വിവരം എന്നെ അറിയിക്കാനായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കല്യാണത്തിന് 1000 തിരുപ്പതി ലഡു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിന്റെ അച്ഛൻ എന്തിനാ ചെയ്യുന്നേ? ഇത്രയും വലിയ കാര്യം നടന്നിട്ട് നീ എന്തിനാ അത് എന്റെ അടുത്ത് ഒളിച്ചേ? ശരിക്ക് ചോദിക്കുമോ? എന്റെ അച്ഛൻ ആ മെസ്സേജ് ആണോ അയച്ചിരിക്കുന്നത്? അതെ. അച്ഛാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ചാർജ് തീർന്നു. അവിടെ നിൽക്കുമാറോ? തിരുപ്പതി ദേവസ്വത്തിലുള്ള ലഡു ഉണ്ടാക്കുന്ന രമേശ് എന്റെ ക്ലോസ് ഫ്രണ്ടാ. നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഡു കുറച്ച് വലുപ്പത്തിലുണ്ടാക്കിയത്. ആരൊക്കെ എന്ത് ജോലി ചെയ്യണമോ ആ ജോലിയാണ് ചെയ്യേണ്ടത്. ചെയ്യാൻ പാടില്ലാത്ത ജോലിയാണ് നിന്റെ അച്ഛൻ ചെയ്തത്. ചെയ്യാവുന്ന ഏറ്റ ജോലി നീ ചെയ്തില്ലല്ലോ. വട മറന്നില്ലേ? ചമ്മന്തിയും മറന്നുപോയി. എന്നെ മറക്കാതിരുന്ന കൊള്ളാം. രക്ഷപ്പെട്ടു. ഫുൾ സ്റ്റോപ്പ് ഇട്ട് തീർക്കുന്നു വിചാരിച്ചത് കോമയായിട്ട് ദൈവം കണ്ടിന്യൂ ചെയ്യണല്ലോടാ. ഇപ്പൊ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടതാ. ഫോണിൽ ചാർജ് കയറിയാ നിനക്ക് ലാത്തി ചാർജ്. നല്ല ശകുനം. ഇനി നിന്റെ ജീവിതം ഇങ്ങനെ തന്നെയാടാ. ആരോട് ചോദിച്ചാൽ ലഡു ഓർഡർ ചെയ്തത്? അത് പെണ്ണുകൂട്ടുകാർ ചെയ്യേണ്ടതല്ലേ? എന്താ ഇദ്ദേഹം പറയുന്നത്? ഞാൻ പറയാം. ഇത് ലഡുവിന്റെ സാമ്പിൾ ഒന്ന് കഴിച്ചു നോക്ക്. നമസ്കാരം. വന്നട്ടെ. ആരോടും പറയുന്നൊരു 4 ലഡിന്റെ മുറിയിലേക്ക് കൊടുത്തേച്ചേരെ. ഇദ്ദേഹം എന്താ സ്വകാര്യം പറഞ്ഞേ? 4 ലഡു അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കൊടുത്തു. എടി 4 ലഡു പെണ്ണിന്റെ അച്ഛന്റെ മുറിയിലേക്ക് കൊടുത്തു വിടാ. ഒച്ചത്തിൽ പറയാൻ എന്തിരിക്കുന്നു? അതങ്ങ് കൊടുത്തു വിട്ടാ പോരെ. ഐശ്വര്യമോളെ അച്ഛനെ മുറിയിലേക്ക് വെച്ചു കേട്ടോ. റൂമിന്റെ താക്കോല. എന്റെ റൂം ഏതാ? സാറാ നിനക്ക് 317. ഗായത്രി നിനക്ക് 318. അടുത്തടുത്താണല്ലോ. എന്റെ റൂം അങ്ങ് മുകളില. ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ വേണമെങ്കിൽ 3rd ഫ്ലോറിലോ താമസിച്ചോളൂ. സർ 3rd floor fully occupied sir. അല്ല കല്യാണത്തിന് ഇത്രയും ചെലവുള്ളതല്ലേ. അപ്പൊ പിന്നെ കണ്ടവനം കാശ് കളയെങ്കിലും ഒന്ന് ഓർത്തിട്ടാ. താങ്ക് യു. അങ്കിളിന് വിരോധം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സാറുടെ റൂമിൽ കഴിഞ്ഞോളാം. എന്താ പറഞ്ഞത്? അല്ല 801 ഞാൻ ഉണ്ടാവും. കഴിക്കാൻ പോകുമ്പോൾ എന്നെ വിളിക്കണം. മറക്കരുത്. 801 സൂപ്പറടാ. സർ 302 വെക്കേറ്റ് ആയിന്തി സർ. താങ്ക്സ്. ഫോണ് കയ്യിൽ വെച്ചേക്കണം ചേച്ചി. ശരി.
ഞാൻ നിന്റെ പിന്നാലെ നടന്നല്ലേ നിന്നെ പ്രേമിച്ചേ, എന്നിട്ട് നീ എന്റെ മുമ്പിൽ കൂടെ നടന്ന് എന്നെ ചതച്ചില്ലേ? എന്നെ പോലെ ഗതിയില്ലാത്ത കുടുംബത്തിന് കല്യാണം കഴിച്ചാടെ ഞങ്ങളെ പോലെ പറ്റിയ തെറ്റ്. മുഹൂർത്തായി, താലി കെട്ടട്ടെ. നിന്റെയും നിന്റെ അച്ഛനെയും നിന്റെ ചേച്ചിയൊക്കെ നാട് റോഡിലിട്ട് കൊന്നുകളെ വേണ്ടത്. നിന്റെ അച്ഛൻ എന്റെ മാത്രം മാമയല്ലടി, നാട്ടുകാരൻ മൊത്തം മാമയങ്ങനെ. നിനക്ക് എത്ര വിശ്വസിച്ചതാ നിന്നെ. സ്വപ്നമാ കല്യാണം നിന്ന് പോയെന്നാ. കുറച്ചു കഴിഞ്ഞ അവള് നിന്റെ മെസ്സേജ് കാണും. നീ സ്വപ്നം കണ്ട പോലെ കല്യാണത്തെ നിർത്തുകയും ചെയ്യും. അപ്പൊ നീ ആളെ അന്വേഷിച്ച് അലയാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ പട്ട് സാരി മേടിച്ചോണ്ട് വന്നത്. കാരണം നീ എന്റേത് തന്നെയാ. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ റിസീവ് ചെയ്തിട്ട് വരാട്ടോ. ഹായ് സാര, എപ്പോഴാ വന്നത്? ജസ്റ്റ് ഇപ്പൊ വന്നുള്ളൂ. నమస్కారం. చెప్పండి సార్. యాక్చువల్గా నేను ఇక్కడ మాపలు పెళ్ళి మ్యారేజ్ అక్కడ మన థింగ్స్ 317 అమ్మ రూమ్లో పంపిస్తాను. నాకు కీ. ദേവി ഇത് തെലുങ്ക് മാത്രം പറയല്ലേ സാർ? മാമൂല്. ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോയേക്കാം. എന്താ സാർ? നിങ്ങൾക്ക് തനിച്ച് സംസാരിക്കണമെങ്കിൽ അവിടെ റിസപ്ഷൻ ഉണ്ട്, ഹാളുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്റെ മുറിയുണ്ട്. ഓക്കെ, കല്യാണം കഴിയുന്നവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വരും. ഓക്കെ, അല്ലെങ്കിൽ ആ കേട്ട് തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് താക്കോൽ എന്റെ കയ്യിൽ സംസാരിക്കാം. അച്ഛനിപ്പോ പറഞ്ഞത് കേട്ടു. എനിക്കല്ലേ അങ്ങോട്ട് വരാൻ പാടില്ലാത്ത, നിനക്ക് എന്റെ റൂമിലേക്ക് വരാമല്ലോ. എന്തായാലും ഇവിടെ വെച്ച് സംസാരിച്ചാൽ മതി. 1 സെക്കൻഡ്. അവളുടെ ബാഗിൽ കീ ഉണ്ട്. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നീ നൈസായിട്ട് അടിച്ചു മാറ്റി. ബർത്ത്ഡേ മറക്കണ്ട. എന്താന്ന് പറ. അതൊക്കെ ഉണ്ട്. അത് പൂന്തോട്ടം, അത് ഫൗണ്ടൻ, കാർ പാർക്കിംഗ്. അയ്യോ, വെറുതെ കൈ നീട്ടാതെ മാറ്ററിലോട്ട് വാ. ഓക്കേ, ഈ അടക്കകത്തായിരിക്കോ നല്ല രീതിയിൽ നമ്മുടെ കല്യാണം നടക്കുകയാണെങ്കിൽ നിന്റെ തല മൊട്ടയടിക്കാന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. മട്ടാണോ നിനക്ക്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ പിച്ചും പെയ്യും പറയും. നീ പോയേ, വാ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം. എന്തുവാടാ വേറെ വഴിയില്ല. സാറുടെ മുറി 3rd ഫ്ലോറിലാ. നീ ആ ബാക്ക് സൈഡ് വഴി കയറിയിട്ട് ഫോൺ എടുത്ത് പുറത്തേക്ക് വാ. ഓക്കെ, തിരു പിടിച്ചോ, 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 പിടിച്ച് കേറടാ. ഇതിലെ മുറുക്കി പിടിച്ചോ, മുറുക്കി പിടിക്ക്. 3rd ഫ്ലോർ, 3rd ഫ്ലോർ. എടാ അത് സാറുടെ റൂം അല്ലടാ. ఎవరా నువ్వు? నేను లోకల్ అమ్మలే. ఎందుకడ వచ్చా సారు? మారిపోయి సార్, రూమ్ మారిపోయి సార్. ఇప్పుడు ఫేస్బుక్ లైవ్ ఆ? ఏయ్ கட்டிப்புடி, நல்லா கட்டிப்புடி, இறுக்கிப்புடி, முத்துக்கொடு, 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 மாம்சம், மாம்சம், இறுக்கிப்புடி, இறுக்கிப்புடி, இறுக்கிப்பிடி, இறுக்கிப்பிடிலு, கண்ணாலு, கண்டபடி கட்டிப்பிடிலு. கட்டிப்பிடிக்கிற ஆக்ட் చేయాలి പറഞ്ഞത്. డేయ్, నువ్వు అమ్మావు క్లోజ్ కన్న వీడియోలో చెల్లి ఉన్నదరా? నీకు ధైర్యం ఉందా?
ఏం వీడియో లైవ్ టెలికాస్ట్ డా నాకు ధైర్యం వచ్చి షూట్ అదే తోట లేదు. తోట ఇల్లే ഞാൻ നല്ല രസമുണ്ടല്ലേ? കല്യാണത്തിനെ ഞാൻ റെഡിയാ. എക്സ്ക്യൂസ് മീ, കുറച്ച് മാറി നിൽക്കും. എന്റെ ലവറങ്ങ നിന്നെ കണ്ടാലുണ്ടല്ലോ. പോലൊരു പുലുമാലി നാട്ടിലില്ല, കയറുമിടം തനടി ഒരു പാതാളം, ോട് ചേർന്നുകൊണ്ടേ നെട്ടോട്ടം കിടഞ്ഞു പോയല്ലോ ഇവൻ, തീരാകുലുമാലിൽ വീണു പോയല്ലോ, കൈകത്തി കടലിനുള്ളിൽ തള്ളിക്കിട്ടല്ലോ ഇവനെ, കണ്ണുകെട്ടി കണ്ണുകൊട്ടിൽ കുത്തിവിട്ടല്ലോ. കള്ളനിവൻ എല്ലാ അടവുകളും പയറ്റുമിവൻ, വീണിടം പാണിട് ചുള്ളനിവൻ, മനസ്സിൽ കള്ളനിവൻ എല്ലാ അടവുകളും പയറ്റുമിവൻ, വീണിടം പാണിടും. ജോഗിംഗ്. ജോഗിങ്ങോ? ഉച്ചയ്ക്ക് 1 മണിക്കോ? ശരി, അത് വിട്. ഞാൻ കാര്യം പറയട്ടെ. ഒരു റൂം പോയി വന്ന് എന്റെ ഫോൺ എടുത്തോണ്ട് പോയി. കട്ടോല്ലേ അവന്റെ പുറകോടണ്ട, അവൻ ഡേഞ്ചറസാ. അതൊന്നും പറ്റില്ല. എന്റെ ഫോണിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് മെസ്സേജസ് ഉള്ളതാ. അതാണല്ലോ പ്രോബ്ലം. നീ അവനെ കണ്ടിരുന്നോ? ഇല്ല, കാണാൻ പറ്റില്ല. തലയിൽ ലാമ്പ് ഷെയ്ഡ് ഉള്ളതുകൊണ്ട് മുഖം കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴോ? ഇപ്പോന്ന് വെച്ചാ എപ്പോ? ഇപ്പൊ പോയി നീ റെസ്റ്റ് എടുക്ക, ഞാൻ പിന്നെ അവനെ കണ്ടോളാം. ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. നോൺസെൻസ് യു ആർ ടോക്കിംഗ്. നിങ്ങളുടെ ജിഎമ്മിനെ വിളിക്കേ, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യ്. മന ഹോട്ടലിൽ അങ്ങനെ നടക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ഒരു തവണ നിന്നിട്ട് കാര്യമില്ല, ആക്ഷൻ എടുക്ക്. എന്താ പ്രശ്നം? മുറിയൊന്നും കിട്ടിയില്ലേ? അതൊന്നുമല്ല, സാറയുടെ ഫോണും കട്ടുകൊടുത്തിന് ഓടിപ്പോയി. ഇത്രയും വലിയ ഹോട്ടലിൽ ചെരുപ്പ് വെക്കുന്ന ആൾക്കാരും ഉണ്ടോ? സെൽഫോൺ കട്ടവനെ കണ്ടെത്താൻ അച്ഛൻ ഒരു സൂപ്പർ ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേഗം 3rd ഫ്ലോറിലേക്ക് വാ. എന്താ ചെയ്ത്? ഈ 3 എണ്ണമാണ് 3rd ഫ്ലോറിൽ ഈ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നത്. ഫോൺ എടുത്ത് ആരാന്ന് ഇവര് പറയുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇവരെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു 4 എണ്ണം കൊടുക്കാൻ പറ. ഫോൺ താനെ എടുത്തു തരും. മോൻ ഇതേ നേർക്ക് നേരെ നിന്നിട്ട് പിന്നെന്താ ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഇദ്ദേഹത്തിന് ഒരു ബുദ്ധിയില്ല മോനെ. പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഫോൺ കട്ടത് ആരാന്ന് അറിയാൻ പറ്റുമല്ലോ. നല്ല ആളോടാ ചോദിക്കുന്നത്. നിന്റെ ഫോണിൽ എന്റെ ഫോണിലേക്ക് വിളിച്ചേ. ഞാൻ വിളിച്ചോണ്ടിരിക്കായിരുന്നു. ശരി, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ? നീ എന്തിനാ കഷ്ടപ്പെടുന്ന? ഞാനിവിടെ ഉള്ളപ്പോ ഒന്ന് വേഗം വിളിക്ക്.
നീ എന്തിനാ എന്നെ നോക്കുന്ന? അവിടെ പോയിരുന്ന് ആലോചിക്കേ. ചെല്. ഫോൺ ഓഫായിരിക്കുക. കട്ടോണ്ട് പോയവന് ഇവിടെ ഉണ്ടാവോ? അവനെ ഫോൺ കൊണ്ട് പോയിട്ടുണ്ടാവും. ഇതൊരു വലിയ കാര്യമാണോ? വലിയ കാര്യം തന്നെയാ. ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആ. ഇതിനൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് ലഡുവായി ബന്ധപ്പെട്ട ഈ സെൽഫോണിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഇനി ഭക്ഷണം കഴിച്ചിട്ടാവും. അത് നല്ലൊരു കാര്യം. നിങ്ങളെല്ലാം പമ്പിസ്ഥാനം. സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കുമ്പോ ക്യാച്ച് മിസ് ചെയ്ത് തലക്ക് കൊട്ടാറില്ലേ? ഫോൺ നീ ക്യാച്ച് ചെയ്തില്ലായിരുന്നോ? ഇപ്പോഴത്തെയും പോലെ ക്യാച്ച് മിസ്സായി. താഴെ ചെല്ലുമ്പോഴേക്കും അത് ആരും എടുത്തോണ്ട് പോയടാ. അങ്ങനെ കേട്ടാ. ഞാൻ ഹൗസ് കീപ്പിംഗ് ആരും അറിയാതെ ഡ്രസ് എടുത്ത നാളെ അതിന്റെ ഞാനേ എന്റെ ലവറിന്റെ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ മൊബൈൽ ഫോണാ സാറേ? തിരുപ്പതിയിൽ കട്ട മൊബൈൽ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, കിങ് മൊബൈൽസ്. അവിടെ പോയി എല്ലാ ഐറ്റംസും കിട്ടും. എന്താ കിട്ടുന്ന? അതേന്നേ കിട്ടുന്നാടാ പറയുന്നേ. ആദ്യം മെസ്സേജ് ഡിലീറ്റ് ചെയ്തേ. ఈ ఐఫోన్ i6 మోడల్ 30,000 రూపీస్ వస్తుంది. ഈ ഫോൺ 20,000 രൂപയല്ലേ ഉള്ളൂ. అయితే పుதுసా వాయిందో నువ్వు. ഫോൺ ഞങ്ങളുടേതാ. ഓടും സാർ. ఇవన్నీ పెళ్లి పన్నపోరు అమ్మాయికి వేరొരു కనెక్షన్ ఉండి తప్ప ఇరుక చేసి రాంగ్ మెసేజ్ సెండ్ పన్నారు సార్. అక్కడ ఎప్పుడు సత్యం మాత్రం పడను. సత్యం విజయ్కి ఆ అమ్మాయికి వేరే లింక్ ఉందా? ఎలా ఉంటుంది? సూపర్ అయిపోడా. ఫిగర్ బాగుందా? అమ్మాయి చూపించు. ഒന്നും ചെയ്യില്ല സാർ. ഇപ്പൊ പാവോ സാർ. സാർ ദയവായി കല്യാണ പെണ്ണ് സാറേ പോയി സാർ കാണില്ലേ സാർ. പ്ലീസ് സാർ. എന്റെ കടയിൽ വന്ന് എന്റെ മേലെ കൈവച്ചല്ലേ? വെറുതെ വിടാൻ പോകുന്നില്ലടാ. സാർ സോറി സാർ, അറിയാതെ പറ്റിപ്പോയതാ. ഒന്ന് പറഞ്ഞു കൊടുക്കണോ സാർ? വേണമെങ്കിൽ എന്നെ തിരിച്ചടിച്ചോ, കുഴപ്പമില്ല സാർ. മാനം പോകും സാർ. പ്ലീസ് സാർ. ഇതൊക്കെ നീ നേരത്തെ ആലോചിക്കണായിരുന്നു. ഇതാ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണില്ലേ? അവക്ക് മാരേജ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാ. ഇനി കല്യാണ മണ്ഡപം വെച്ച് കാണാടാ. നമ്മുടെ ആൾക്കാരൊക്കെ വേഗം പാടാ.
നമ്മൾ അയച്ച വീഡിയോ മെസ്സേജ് സാറേക്ക് പോയിട്ട് പോലുമില്ല. നിന്റെ ഫോണിൽ നിന്ന് സെൻഡ് നോക്ക് 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 പോയിട്ടുണ്ട്. ബ്ലൂടിക്ക് വന്നിട്ടുണ്ട്. സാറയുടെ ഫോൺ നമ്മുടെ അടുത്തുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ സാറയുടെ ഫോണിൽ നിന്ന് കോള് വരുന്നേ? എന്തുവാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? സംസാരിക്കാം. ഇത് വോയിസ് വേറെയാണല്ലോ. ഇത്തിരി ഗൗരവത്തിലാണല്ലോ. സാറയാണ് സംസാരിക്കുന്നത്. സൈക്കോളജി സാറാ. ഐ ലവ് യു. ഈ നമ്പറും പേരും നിന്റെ ഫോണില് സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്ക്, SAAR. പക്ഷെ നമ്മുടെ സാറേ SAR. ഇതാ സൈക്കോളജി സാറേ അല്ലേ? എടാളിയാ, നീ കുടിച്ച് വെളിവില്ലാണ്ടായപ്പോ ആ സാറയ്ക്ക് അയക്കേണ്ട മെസ്സേജ് ഈ സാറയ്ക്ക് സെൻഡ് ആയി പോയി. വേണ്ടടാ, കം ഹിയർടാ. വന്നടിക്കാനല്ലേ? കായലടാ, പഴം. പഴമാണോ? എന്റെ പൊന്നടിയാ. സാറാ, ഹൗ ഈസ് ലൈഫ്? എന്റെ ലൈഫ് നീ നശിപ്പിച്ചവനാ. നീ അയച്ച ഒരു മെസ്സേജ് കാരണം എന്റെ ജീവിതം തന്നെ തകിടം മറിഞ്ഞു. എന്റെ കല്യാണ റിസപ്ഷൻ അന്ന് ഞാനും എന്റെ കുടുംബം എത്ര സന്തോഷമായിട്ടിരിക്കായിരുന്നു അറിയോ? അപ്പോഴാ നീ അയച്ച വീഡിയോ മെസ്സേജ് വന്നത്. എടി സാറേ, ഞാൻ നിന്റെ പിന്നാലെ നടന്നല്ലേടി നിന്നെ പ്രേമിച്ച്. പക്ഷെ എന്റെ മുമ്പിൽ വെച്ച് നിന്നെ പറ്റിച്ചല്ലേ സാറാ. ഐ ഹേറ്റ് യു. സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ആൻഡ് വേണോ നിനക്ക്? നീ അയച്ച വീഡിയോ മെസ്സേജ് കാരണം എന്റെ കല്യാണം വരെ മുടങ്ങി. എന്റെ അച്ഛൻ ഒരു എക്സ് മിലിറ്ററി മാനാ. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ചെറുപ്പത്തിൽ അച്ഛൻ കാട്ടില് വേട്ടയാടാൻ പോകുമ്പോ ഏത് മൃഗത്തെ കണ്ടാലും അച്ഛൻ എന്നോട് ഷൂട്ട് ചെയ്യാൻ പറയാറ്. വേട്ടയാടിയിട്ട് കുറെ നാളായി. അളിയാ, ഇതുവരും കളിത്തോക്കാടാ. എടാ, നീ എനിക്ക് അയച്ച ഈ മെസ്സേജ് ഇല്ലേ, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചാ പിന്നെ നിന്റെ ജീവിതത്തില് അന്ത്യകർമ്മം മാത്രമേ ഉണ്ടാവുള്ളൂ. ശങ്കൂതും. ഒന്ന് നിർത്തിക്കേ. നീ പറഞ്ഞ എല്ലാ കാര്യവും വിശ്വസിക്കാനേ ഞങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. ഞങ്ങൾക്ക് വിവരമുണ്ട്. ശങ്കിന്റെ ശബ്ദം അങ്ങനെയല്ല. ഇതാണ് സ്റ്റാച്ചു. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞടാ, ആ പെണ്ണ് നല്ല പെണ്ണാണെന്ന് അവളോടൊന്ന് ഒളിക്കരുതെന്നും. പറയട്ടടാ, അവിടെ ഞാൻ നോക്കണം. തിരു നിങ്ങളെ ജീവിതത്തിൽ സ്നേഹിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ അവന്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടായിരുന്നു. നാട്ടിൽ ആയിരക്കണക്കിന് ആമ്പിള്ളേരുള്ളപ്പോ എന്റെ അടുത്ത് എന്തിനാ ഒന്ന് പറയുന്നേ? നാട്ടിൽ 1000 പേരുള്ളപ്പോ എന്തിനാ എന്റെ അടുത്ത് ഒന്ന് പറയുന്നേ? എന്തിനാ എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നേ? ഇങ്ങോട്ട് എന്തിനാ എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നേ? എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ? ശരിക്കുള്ള സ്നേഹം നിലനിൽക്കൂടാ. ഇവരുടെ അടുത്ത് രക്ഷപ്പെടാൻ ഇതൊരു വഴിയുള്ളൂ. ഈ കാര്യത്തിൽ ഇവൻ പറയുന്നത് ശരിയെന്ന് തോന്നുന്നു. നീ തലയാട്ടി നിന്നാ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ അല്ലേ? മാത്രം അടിയാ മതിടാ. അച്ഛനും അമ്മയും കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. നീ സത്യം തുറന്നു പറ. നിന്റെ വീട്ടിൽ കല്യാണം ആലോചിച്ച ഒറ്റ കാരണം കൊണ്ടാ ഇവളോട് നിനക്ക് ഐ ലവ് യു പറയാൻ പറ്റാത്തതെന്ന്. അങ്ങനെയല്ലേ? അതുകൊണ്ടാണോ വീഡിയോ അയച്ചേ? അതാ ഇന്നലെ റിസപ്ഷൻ നിർത്താൻ വേണ്ടി രണ്ടും കൽപ്പിച്ച ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചെന്ന് തലയാട്ടി സമ്മതിക്കണം അങ്ങോട്ട്. സീൻ വർക്ക് ആവുന്നുണ്ട്. അല്ല, എന്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ലവ് പറയുന്നതിനേക്കാൾ നല്ലത് സ്ട്രെയിറ്റ് ആയിട്ട് ഐ ലവ് യു എന്നൊരു മെസ്സേജ് അയച്ചാ പോരായിരുന്നോ? ഇവിടെ നോക്ക്, അയച്ച മെസ്സേജിന്റെ അർത്ഥം മാത്രമേ പറഞ്ഞുതരാൻ പറ്റൂ. പുതിയതായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പ്രശ്നമാവും. നിങ്ങൾക്ക് വേറൊരു ഷോക്കിംഗ് ന്യൂസ് കൂടി ഉണ്ട്. എന്താ? അത് കേട്ടാ നിങ്ങൾ അമ്പരന്ന് പോകും. തെറ്റ് ചെയ്തിട്ട് ഓടി ഒളിക്കാൻ പാടില്ല. നേർക്ക് നേരെ നിന്ന് പോരാടണം. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് നേരത്തെ ഒരു ലവർ ഉണ്ട്. രാജാ, കര
കരയാതെ. സത്യമല്ലേ? ഇന്ന് വൈകുന്നേരം അവനോട് വരാൻ പറഞ്ഞിട്ട് ഇവൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിനെ അവനെ ഒരുമിപ്പിക്കണം. നാളെ നിങ്ങൾ രണ്ടുപേർക്കും. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. തിരു, ഇതുപോലത്തെ ഫ്രണ്ട്സിനെ കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെയാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. കഷ്ടത്തിൽ കൂടെ നിൽക്കുന്നതാണ് ശരിക്കുള്ള ഫ്രണ്ട്. അല്ല, നീ എന്തോ ഒന്നും മിണ്ടാത്തത്? സെയിം പിച്ച്. I too love you. ആക്ച്വലി നിന്നെ ഞാൻ ഫസ്റ്റ് കാണുമ്പോ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടായി. അന്ന് ഞാൻ ടെസ്റ്റിന് വേണ്ടി പറഞ്ഞ ഐ ലവ് യു ഇങ്ങനെ യാഥാർത്ഥ്യമാവെന്ന് വിചാരിച്ചില്ല. നിനക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് കല്യാണം കൊളവാക്കിയത്. അവളാണ് പെണ്ണ്. ഇവളെ കണ്ട ബസ് സ്റ്റാൻഡില് പാവ വെക്കുന്നവരെ പോലെ ഉണ്ടല്ലോ. പേരൊക്കെ വെക്കുന്നവനെ അവക്ക് സെറ്റ് ആവുള്ളൂ. അതുപോലെ ഒന്നിനെ കണ്ടുപിടിച്ചു കൊടുക്കാന്ന് പറ. സംശയിച്ചിരിക്കായിരിക്കുമല്ലേ നീ എന്നെ? സംശയിക്കണം നീ എന്നെ. ആ പെണ്ണ് ഏതാണ്, ഞാൻ എന്തിനാണ് അവളെ പോയി കെട്ടിപ്പിടിച്ചത് എന്നൊക്കെ നീ എന്നോട് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ നിന്നോട് പറയണം. എന്തിനാ കെട്ടിപ്പിടിച്ചേ? അങ്ങനെ പെട്ടെന്ന് ചോദിക്കരുത്. എല്ലാം നമ്മൾ മുൻകൂട്ടി ആലോചിക്കണം. എന്താലോചിക്കണം? അല്ല, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ? ഫ്രണ്ടിന്റെ പെങ്ങളല്ലേ അവള്. എന്തൊക്കെ ഇവൻ പറയുന്നു? തിരു. തിരുനെൽവേലിയിലാണല്ലോ അവളുള്ളത്. അയ്യോ 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 അയ്യോ, അവളെ ആരോ പറ്റിച്ചിട്ട് പോയല്ലോ. അയ്യോ, ഇവളെയോ? മുഖം കണ്ടാ തന്നെ ഛർദിക്കാൻ വരും. അത് പറ്റിച്ചിട്ട് പോയതുകൊണ്ടാണല്ലോ പിന്നെ അവള് ഛർദിച്ചത്. ഛർദിലോട് എന്തിനെങ്കിലും മെന്റലിനെ പോലെ സംസാരിക്കുന്നു? മെന്റലായി. ഇതെല്ലാം കണ്ടു കണ്ട് അവളൊരു മെന്റലായി പോയി. ആരെ കണ്ടാലും എന്നെ കെട്ടിക്കോ എന്ന് അവള് വിളിച്ചു പറയാ. അവളുടെ ആങ്ങളുടെ കൂട്ടുകാരനായ എന്നെ അവള് ആങ്ങളായിട്ട് കാണുന്നതിന് പകരം എന്നോട് അവള് കെട്ടിക്കോ എന്ന് പറയുന്നത്. അങ്ങനത്തെ എന്നെ നീ, ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. നിന്റെ ഫ്രണ്ടിന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് നീ ഇത്രയധികം വിഷമിക്കുന്നില്ലേ? യു ആർ റിയലി ഗ്രേറ്റ്. ഹലോ ഹലോ ഹലോ, ശ്രദ്ധിച്ച് സ്ലിപ്പ് ആകും. സ്ലിപ്പ് ആയ തന്നെ എന്നെ തിരു രക്ഷിക്കില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടായി. അതെ അതെ, നിനക്ക് ഒരുപാട് ഇഷ്ടായി എന്ന് തിരു എന്നോട് പറഞ്ഞു. ഞാൻ തിരുവിനെ കൊല്ലാൻ തോക്കെടുത്തോണ്ട് വന്നവളാ. എന്നിട്ട് പക്ഷെ തിരു എന്നെയാ ഷൂട്ട് ചെയ്തത്. I love you, തിരു. I want to marry you. എന്തൊക്കെയോ പറയുന്നു. വാ തിരു, നമുക്ക് കല്യാണം കഴിക്കാം. തിരു, I want to marry you. കണ്ണുകൾ വണ്ടുകൾ ചുണ്ടൊരു ചെണ്ടുപോ നിന്നോരം ചേർന്നു നിൽക്കെ ഞാനേ കൊക്കരൊക്കെ പൂവണ പൂവൻകൊഴി പോലെ നീ അങ്കവാലും ആട്ടിയാട്ടി എന്നിലേ വന്നില്ലേ. I want to marry you, mama. 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 കണ്ണുകൾ വണ്ടുകൾ ചുണ്ടൊരു ചെണ്ടുപോൽ നിന്നോരം ചേർന്നു നിൽക്കെ ഞാനേ വസന്തം. I want to marry you, mama. I want to marry you, mama. I want to marry you, mama. I want to marry you, mama.
നിന്നുടെ ഹൃദയത്തിൽ കൂടു തേടും ഞാൻ നിന്നിൽ വീണൊഴുകും സ്നേഹവർഷമായി പൊഴിയാം ഞാൻ കനവിനതിരിൽ പറന്നു വരണ കുരുവിയല്ലയോ നീ കനവിനതിരിൽ പറന്നു വരണ കുരുവിയല്ലയോ ഞാൻ പവനുതിരും പുലരിയിലെ പവിഴ ചിന്തൂരം നീ പനിമതിയിൽ കുളിരുതിരും പരിമളമായി I want to marry your mama. 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 മരുവിൽ പൊഴിയുന്ന മഴയാടും ഞാൻ അകലെയൊഴുകുന്ന പുഴ പോലെ കണമായി നിന്നിഞ്ചിൽ അലിയാവൂ ഞാൻ അലറായി ചേരടാ ചിറകുകളിൽ മണികിതളിൽ ചേലുമിട്ടേ വാ ഞാൻ ചിറയൊരുക്കാം എന്നൊഴുക്കിൽ നിനക്ക് നിരാടാൻ ഞാൻ അന്തിമയിൽ മുകിലലിയും വെയിലൊഴിയാവാ നീ കൊടുക്കവിളിൽ നഴുകി വരും കാറ്റല പോലെ I want to marry your mama. 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 കണ്ണുകൾ വണ്ടുകൾ ചുണ്ടൊരു ചെണ്ടുപോൽ നിന്നോരം ചേർന്നു നിൽക്കെ ഞാനേ വസന്തം I want to marry your mama. 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 കിട്ടിയടാ ഈ ഫോണിൽ മെസ്സേജ് ഉണ്ടായിരുന്നുണ്ടല്ലോ ഇത്രയും ദിവസം നിഗളിച്ചത് അങ്ങോട്ട് ഇങ്ങോട്ടോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിയോ ആ ശങ്കൂതല്ലേ ഞാൻ ഊതിക്കോളാം സെൽഫോൺ എടുക്കടാ. എന്റെ ഫോൺ തരാൻ. Give the phone. എവിടെ തിരു? സാറാ, അവളുടെ കണ്ണുകളിൽ ഝാൻസി റാണിയുടെ രൗദ്രം, വിരലുകളിൽ ഭൂലാൻ ദേവിയുടെ വീര്യം, നടനത്തിൽ നാഗവല്ലിയുടെ ഭാവം, ആക്രോശത്തിൽ അവൾ ഉണ്ണിയാർച്ച. ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അവൾ അറിയാതെ അവളുടെ ഫോൺ കട്ടെടുത്ത് അതിലുള്ള മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റിയാക്ഷൻ വരും എന്നുള്ളതാണ് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നത്. സൂപ്പർ. എന്റെ ധൈര്യം നിങ്ങൾക്ക് ഇഷ്ടായോ? ഇതൊന്നും ഒന്നുമില്ല. എനിക്ക് വർമ്മ അറിയാം. രാംഗോപാൽ വർമ്മയോ? അല്ല, ചൂണ്ടുമർമ്മ. അങ്കിൾ ഞാൻ വരാം. നീ പറ. I love you. അവിടെ എന്താ? അവളൊരു ലൂസാന്നേ. ഞാൻ ലൂസാ? നിങ്ങൾ ലൂസ്, നിങ്ങളുടെ അച്ഛൻ ലൂസ്, നിങ്ങളുടെ അമ്മ ലൂസ്. ഞങ്ങൾ മണ്ഡപത്തിലേക്ക് പോവാ. റിസപ്ഷന്റെ സമയമായി. നിന്നെ വിട്ടാ നീ നേരെ പോയി കല്യാണം കഴിക്കല്ലോ. അവളുടെ ലവർ എവിടെ? വൈകുന്നേരം 6 മണിക്കുള്ളിൽ അവൻ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ മെസ്സേജ് അയച്ച് കല്യാണം മുടക്കും.
നടക്കില്ലെന്നാ ഞാൻ ആഗ്രഹിച്ചത്. എന്നാ 99 കല്യാണങ്ങളും നന്നായി നടത്തിക്കൊടുത്ത നിന്റെ കല്യാണത്തിന് ഇത്രയും പ്രശ്നമോ? ഒരു നുണ മറയ്ക്കാൻ ഇത്രയും നുണ പറയുന്നതിൽ നല്ലത് സാറിന്റെ അടുക്കി പോയി എല്ലാം ഒറ്റയടിക്ക് തുറന്നു പറയുന്നതല്ലേ. അവൾ ഉറപ്പായിട്ട് ക്ഷമിക്കുന്നേ. പ്രണയം ഒരു പൂന്തന്നല്ലി വിരഹം മനസ്സിലെ എരിവേനൽ കനവിൽ വിരിയും പൂവെല്ലാം കരളിൽ പൊഴിയുന്നു വിതളായി. പ്രണയം ഒരു പൂന്തന്നല്ലി വിരഹം മനസ്സിലെ എരിവേനൽ കനവിൽ വിരിയും പൂവെല്ലാം കരളിൽ പൊഴിയുന്നു വിതളായി. പ്രാണനിലുണരും സ്പന്ദം പ്രണയമയം പാതയിലുണരും പൂക്കൾ വിരഹമയം. പ്രണയം ഒരു പൂന്തന്നല്ലി വിരഹം മനസ്സിലെ എരിവേനൽ കനവിൽ വിരിയും പൂവെല്ലാം കരളിൽ പൊഴിയുന്നു വിതളായി. പ്രണയം ഒരു പൂന്തന്നല്ലി വിരഹം മനസ്സിലെ എരിവേനൽ. റൂം സാറയുടെ ക്ലാസ്മേറ്റാ? നേരെ പുട്ട് ഇടത്തോട്ട് തിരിഞ്ഞ 3ാമത്തെ റൂമാ സാറയുടെ. കിങ് മൊബൈൽസ് നിന്ന് വരിക. എന്താ കാര്യം? നിന്റെ അമ്മ തന്ന മുലപ്പാലിൽ വിഷം ഉണ്ടായിരുന്നു പറഞ്ഞ നീ വിശ്വസിക്കോ? തിരു എന്നെ സംശയിക്കുന്നു എന്ന് പറയുന്നത് അതുപോലെയാ. പൂക്കൾ വീണ്ടും ഇതളണിയുന്നു വരവായി വാസന്തം പാതകളിൽ പൊഴിയാതെ പൂക്കാലം നിറമണിയും. പ്രണയം എഴുതാൻ ലിപിയില്ല, ഇഷ്ടം ഒഴിയാൻ വാക്കില്ല. മനസ്സും മനസ്സും ഉണരുമ്പോൾ ഉണരും ഋതുവിന് പേരില്ല. പ്രണയം ഒരു പൂന്തന്നല്ലി വിരഹം മനസ്സിലെ എരിവേനൽ കനവിൽ വിരിയും പൂവെല്ലാം കരളിൽ പൊഴിയുന്നു വിതളായി. പ്രണയം ഒരു പൂന്തന്നല്ലി വിരഹം മനസ്സിലെ സംശയമാണെങ്കിൽ അതെങ്ങനെയും പരിഹരിക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഈ സത്യം സാറേ മറ്റോ അറിഞ്ഞ അവള് ചത്തു കളയൂടാ. ആ സാറേ ഇത് അറിഞ്ഞാ കൊന്നു കളയൂടാ. എടാ ഇനി ഫംഗ്ഷൻ 2 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ സാറുടെ ലവറെ വിട്ടിട്ട് പോയി നമ്മൾ കള്ളത്തരം പറഞ്ഞാൽ സാറുടെ ലവർ റിയൽ ആയിട്ട് ഉണ്ടാക്കണം. ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ അറിയൂടാ. അതപ്പോ നോക്കടാ. ഇപ്പോഴത്തെ കാര്യം പറ. ഇങ്ങനെ ഓരോ കള്ളത്തരം പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടത്തേണ്ടത്. കാരണം നമ്മൾ എല്ലാവരോടും ചേർന്ന് അത്ര വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എന്റെ പെണ്ണിനെ എന്നെ കൊണ്ടുവന്ന് നീ ലവർ അന്വേഷിച്ചില്ല. അയ്യോ കണ്ടുപിടിക്കാൻ തരൂ. ഇത് ബുള്ളറ്റ് പുഷ്പരാജ് വേറെ ഗെറ്റപ്പാണല്ലോ. ഒരു വഴിക്കാക്കും. ഭാഗ്യം ഈ വേഷത്തിൽ അവൻ എന്നെ മനസ്സിലായില്ല. తమ్ముడు మీకు പായസം కావాలనా హల్వా కావాలనా? എന്നോട് ക്ഷമിക്കുമോനെ. ബുള്ളറ്റും ഭാര്യ ഒന്നാണെന്ന് പറഞ്ഞു വണ്ടിക്ക് ഡ്യൂ കെട്ടാത്തതുകൊണ്ട് ബുള്ളറ്റിന് വരസേട്ട് ഭാര്യനെ കൊണ്ടുപോയി. ഇതറിഞ്ഞ അമ്മായി അച്ഛൻ കൊട്ടേഷൻ കൊടുത്തന്നെ കൊല്ലാൻ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ആൾമാറാട്ടം നടത്തിയത്. എന്നെ രക്ഷിക്കുമോനെ. ആരെയും ബുള്ളറ്റും ഒക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ പറയുന്നതൊക്കെ എന്തിനാന്ന് ചോദിക്കാൻ സമ്മതിച്ചായിരുന്നു. SWA അല്ലേ വരേണ്ടത്?
അവരോട് സ്പെല്ലിംഗ് മാറ്റാൻ പറയണം. സാറയുടെ ലവറെ കണ്ടുപിടിക്കാൻ പോയിട്ട് ആളെ കാണുന്നില്ലല്ലോ. സക്സസ്. ആരാ ഇത്? ഇതാണ് സാറയുടെ ശരിയായ ലവർ. ഇവനോ? ഉത്സവത്തിന് പഞ്ഞിമുട്ടായി വെക്കുന്നവനെ പോലെ ഉണ്ടല്ലോ. സാരമില്ല, സാറയുടെ മുഖത്തിന് ഇവൻ തന്നെ കൂടുതലാ. നിന്റെ ലവറെ തെറിവിളിച്ചപ്പോ നീ മിണ്ടായിരിക്കണോ? മാഡം, എന്റെ ലവർ സാറാ. പഞ്ഞിമുട്ടായി പോലെ നല്ല സോഫ്റ്റാ, തക്കാളി പോലെ നല്ല തിളക്കമുള്ളതാ, പപ്പായ പോലെ നല്ല പളപള. ഇതെന്താ മിണ്ടിയാലും അടിക്കും, മിണ്ടിയില്ലെങ്കിലും അടിക്കുമോ? നിങ്ങളും ഇങ്ങനെയാണോ? ലവ് ചെയ്ത അവസാനം വരെ കൂടെ ഉണ്ടായിരിക്കണം. സ്നേഹം ആരുടെ മുമ്പിൽ പണയം വെക്കരുത്. മാഡം, ഞാൻ പണയം വെച്ചില്ല മാഡം, ലോൺ വാങ്ങിയതാ. ലോണാ? സേട്ട് ലോൺ അലോൺ. കാമുകിയോടൊപ്പം തനിച്ചിരിക്കുന്നത് അലോൺ എന്നവൻ ഷോർട്ടായിട്ട് പറഞ്ഞു പോയതാ. അതെ ബോസ്, അതെ ബോസ്. ഇങ്ങനെ ഉച്ച ഉണ്ടാക്കി മാത്രം മതിയോ? സാറാ നിന്റെ ആരാ? നിന്റെ ഭാര്യ. നിന്റെ ഭാര്യ ബുള്ളറ്റിൽ പറക്കാൻ കൊണ്ടുപോണ്ടതല്ലേ? മാഡം, ബുള്ളറ്റ് വരവല്ല, അങ്ങനെ ഭാര്യനെ പിടിച്ചു കൊണ്ടുപോയത്. പിടിച്ചോണ്ട് പോയി കൊണ്ടുപോണെന്ന് പറഞ്ഞൊക്കെ വന്നത്. ഇവിടെ എവിടെയോ അവള് വന്നല്ലോ. ഇവളെങ്ങനെ ഇവിടെ എത്തി? അവിടെ വരവ് കണ്ടിട്ട് ഒരു പന്തികേടുണ്ടല്ലോ. ഞാൻ എവിടെയായാലും ഒന്ന് പോയി ഒളിക്കാൻ. എന്റെ ദൈവമേ, കുംഭകോണത്തിൽ വെച്ച് തന്നത് മതിയില്ലേ നിനക്ക്? കുംഭകോണത്തിൽ എന്താ കൊടുത്തേ? അല്ല, അന്ന് പേടിച്ചോടിയതല്ലേ, ഇന്നെന്താ ധൈര്യമായിട്ട് വന്ന് നിൽക്കുന്നേ? അതാണല്ലോ, നമ്മൾ സ്നേഹിക്കുന്നവരോട് മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും സ്വന്തം കാമുകയെ കാണുമ്പോ അതൊക്കെ മറന്നുപോകും. കാമുകിയോ? കാമുകി അല്ലല്ല, കാമുകൻ. ഈ ലോകത്തിൽ കഥയേറിയാതെ ആട്ടം കാണുന്ന ഏക വ്യക്തി ഞാനായിരിക്കും. മധുരം കുറച്ച് ആരാ മോളെ നീ? അത് പിന്നെ ചെറുക്കന്റെ വീട്ടുകാരാണോ? ചീറ്റിംഗ് കേസിൽ പോലീസ് തേടി വരുന്നുണ്ട്. ഒളിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ. അതെ. ആരെ അന്വേഷിക്കുന്നത്? ഹസ്ബൻഡിനെയാണോ? അതെ, ആ നിൽക്കുന്ന എന്റെ ഹസ്ബൻഡ്. ഓ ഓ, അദ്ദേഹമാണ് നിങ്ങളുടെ ഹസ്ബൻഡ്. വന്നാട്ടെ. എന്നെ വിട്ടേര് പോനെ. വൈകുന്നേരം ഞാൻ ബസ് കയറി നാട്ടിലേക്ക് എല്ലാരും കൂടി ചേർന്നല്ലേ. ഇതാരാന്നറിയോ? ഇവിടെയല്ലേ അന്ന് ഹോട്ടലിൽ MLA യോടൊപ്പം കണ്ടത്. ഇവിടെ എന്താ ഇവൾക്ക് കാര്യം? ഇദ്ദേഹമാണ് ഇവളുടെ ഭർത്താവ്. അങ്കിളെ, ഇവളെ ആ രഹസ്യം നീ പുറത്തു പറഞ്ഞ നീയും കൊടുക്കും. ഇവളുടെ ഭർത്താവ് ഇവനാ. ഇപ്പഴാ എനിക്ക് ഓർമ്മ വന്നു. എന്താ നീ മിണ്ടായിരിക്കുന്നേ? പറയടാ, സംസാരിക്കടാ. സ്വന്തം നാട് കുംഭകോണം. എന്റെ പേര് ബുള്ളറ്റ് പുഷ്പ. അല്ലടാ ചോദിച്ചത്. സത്യസന്ധമായി നീ സത്യം വിളിച്ചു പറ. നീ ഇവിടെ കൂടെ വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടാണ് നിന്നെ അവളുടെ കെട്ടിയോനാണ് ഭർത്താവാണെന്ന് പറയുന്നത്. അതങ്ങ് വളച്ചു കെട്ടില്ല. അതങ്ങ് പറഞ്ഞാൽ എന്താ? ഒരു മിനിറ്റ്. കുറെ കാലം ഇവർ ഒരുമിച്ച് താമസിച്ചാൽ എങ്ങനെ ഭർത്താവാക്കാൻ കഴിയും? ഇവരിനി എന്ത് ബോംബാണോ പൊട്ടിക്കാൻ പോകുന്നത്? ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. ഇവളായിരിക്കും ഒരുപക്ഷെ വീട്ടുടമസ്ഥ. അങ്ങനെ ഇവർ തമ്മിൽ സ്നേഹത്തിലായത് അല്ലേ? പോരോ മോനെ, ഈ സീരിയൽ എങ്ങനെ അഭിനയിക്കേണ്ടത് എനിക്ക് അറിയില്ലടാ. കുക്കറില് ഫസ്റ്റ് വിസിൽ അടിച്ചില്ലെങ്കിൽ വെന്തിട്ടില്ല എന്നർത്ഥം. മൂന്നാമത്തെ വിസിൽ കേട്ടാ കുഴഞ്ഞു പോയി എന്നർത്ഥം. ഈ 2 വിസിലിന്റെ നടുവിൽ വെന്തിട്ടും വേവാത്ത പോലെ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ? ആ റിയാക്ഷൻ ആണ്. വെന്തിട്ടും വേഗാത്ത പോലെ ശ്രമിച്ചു നോക്കാം. ഫേസ്ബുക്ക് ലൈവ് നീ പെട്ടടാ. ഇനി ഇവൻ എന്താണോ ആപ്പ് വെക്കാൻ പോണേ? സോൾപെട്ടി.
మావం క్లోజ్ అయిన వీడియో నా దగ్గర ఉందని ఇవరు విశ్వసిക്കുന്നത് కానీ ఒక కుట్టి ఫ్లాష్ బ్యాక్ పెట్టడా നീ കടിപിടി നല്ല കടിപിടി ഈ കരടിയെ ഞാൻ എവിടെയോ കണ്ടുപോലെ ഇത് താങ്കൾ അവന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് സെൽഫി മോഡി തന്റെ തന്നെ വീഡിയോ എടുത്തിരിക്കുക. నాకు మినిస్టర్ పోస్ట్ కన్ఫర్మ్ ఆ వీడియో നക്കിച്ചേ నేను നന്ദിയോടെ ഇരിപ്പേ എന്റെ നന്ദി എന്നെന്നും നിന്നോടൊപ്പം ഉണ്ടാവും ഇല്ലെങ്കിൽ എൻ നന്ദി എന്നോടുണ്ടാകും. എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇവളുമായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് സാറ് എങ്ങനെ കണ്ട വാഴയിലേക്കകത്ത് രസം ഒഴിച്ച പോലെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് പോവാണേ. സംശയമാണോ നിനക്കെന്നെ? മുലപ്പാലിൽ വിഷമുണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കും? ഒളിച്ചേട്ടല്ലേ? തങ്കം ഒരച്ച് നോക്കിയ കുഴപ്പമില്ല, പക്ഷെ നീ ഒട്ടച്ച നോക്കും. പാലും വെള്ളവും വേർതിരിച്ചാൽ എന്താ ഇപ്പൊ എന്തിനാ ആൾക്ക് അറിയുന്നത്? നീ എന്താ വന്ന കാര്യം പറ. നോക്ക് തരൂ, നിന്നെ പറ്റി ആരെന്ത് എന്നോട് വന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഗുഡ് ഗേൾ. പക്ഷെ അത് നീ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്താ. സാറാ, നീ വിചാരിക്കുന്ന പോലെ തിരു എന്റെ ഗേൾഫ്രണ്ട് അല്ല. എന്താ പറയുന്നത്? ഷീ ഈസ് മൈ ഗേൾഫ്രണ്ട്. വേണേ പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ? മിയർ ബേബി, കണ്ടില്ലേ? ഞാൻ നിനക്ക് മാപ്പ് തരണമെങ്കിൽ നീ എനിക്കും തരണം. ഏത് ചുണ്ടുകൊണ്ടാണോ എന്നെ തെറ്റിദ്ധരിച്ചത് അതേ ചുണ്ടുകൊണ്ട് തന്നെ നീ തെറ്റിദ്ധാരണ മാറ്റി എന്നോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇതിനൊക്കെയാണ് ഇംഗ്ലീഷിൽ ലെഗ് പീസ് എന്ന് പറയുന്നത്, ലിപ് കിസ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് പോളെ. അതെ, അവരുടെ രണ്ടുപേരും എൻഗേജ്മെന്റ് നടക്കുന്നത്. എല്ലാരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിത്തരാം. ഒന്ന് എഴുന്നേറ്റ് മാറുമോ? നോക്കുമോളെ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഇദ്ദേഹം, നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് അദ്ദേഹം. നിനക്കെന്താ പട്ടു പിടിച്ചോ? അദ്ദേഹം നിന്റെ ഭർത്താവാ. അല്ല, അത് അല്ല, നിങ്ങളുടെ ഹസ്ബൻഡാ. കണ്ണു തുറന്നു നോക്കുമോളെ, ഇതാ നിന്റെ ഭർത്താവ്. അല്ല, അദ്ദേഹം എന്റെ ഭർത്താവാ. എന്റെ ബുള്ളറ്റ് ഏട്ടാ, എന്റെ ബുള്ളറ്റ് ഏട്ടാ, എന്റെ ബുള്ളറ്റ് ഏട്ടാ. കുറെ ദിവസമായില്ലേ, മൊത്തം പൊടിയാണല്ലോ. അവൾക്ക് കാണിക്ക്. പുഷ്പേ, സേട്ടു നിന്നെ എങ്ങനെയാ വിട്ടത്? സേട്ടു എന്റെ മുഖം കണ്ടപ്പോ തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. അവൻ സൗന്ദര്യബോധമുള്ളവനാ, എന്നെ പോലല്ല. ഇനി എനിക്ക് ബുള്ളറ്റ് വേണ്ട, സൈക്കിൾ വെച്ച് തന്നെ ഞാൻ കൊണ്ടുപോക്കോളാം. ആരാ ഇത്? ഇതാ എന്റെ ബുള്ളറ്റ്, എന്റെ ഭാര്യ. എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ രണ്ടുപേരുമല്ല, ഇതാണ് എന്റെ ഭാര്യ. ഞാൻ ചോദിച്ചപ്പോ എന്തിനാ തലയാട്ടിയ നീ? ഞാൻ ആട്ടിയതല്ല പെങ്ങളെ, എന്നോട് ആട്ടാൻ പറഞ്ഞതാ. ഇവനാ പറഞ്ഞത്. വേഗം വിട്ടു, അവരായി അവരുടെ പാടായി. എന്താടാ ഇതെല്ലാം? എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മരോ, എന്താ ഇതൊക്കെ? അച്ഛൻ ചോദിക്കുന്ന കേട്ടില്ലേ? പറ. എന്തിനാ എന്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കുന്നത്? ജീവിതം നശിപ്പിക്കുന്നത് അവന്റെ പുത്രയല്ല. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. സാർ, ഒരു മിനിറ്റ്. ഈ ഫോണിൽ കണ്ടാ നിങ്ങൾ മാത്രല്ലേ കാണൂ? ആ ടി വിയിലിട്ടാ എല്ലാവർക്കും കാണാമല്ലോ.
എന്റെ പൊന്ന് സാറേ, ഐ ലവ് യു 2 much 3 much 4 much 5 much. എന്റെ ശ്വാസം നിലയ്ക്കുന്നവരെ ലവ് യു ലവ് യു ലവ് യു. നിന്റെ ചേച്ചി ഒരു ദേവതയ്ക്ക് തുല്യ. നിന്റെ അച്ഛൻ എന്റെ അങ്കിളല്ല, എന്റെ സ്വന്തം അച്ഛനാ. നിങ്ങളെ പോലെ ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് ബന്ധം കിട്ടാനായിട്ട് ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാ, പുണ്യം ചെയ്തവരാ ഞങ്ങള്. നോക്കേട്ടത്തി, തിരു നിങ്ങൾക്ക് ഭർത്താവായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ സ്വന്തം ഏട്ടനാ. ഒരിക്കലും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ആർക്കും പറ്റില്ല. നിന്റെ അനുജത്തെയും നിന്റെ അച്ഛനെയും എല്ലാവരും എനിക്ക് ഒരുപാട് 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 ഇഷ്ടമാണ്. അന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ അയച്ച വീഡിയോ കാരണം കല്യാണം നിന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. സൈക്കോളജി സാറയുടെ റൂമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു. എന്റെ പൊന്ന് സാറേ, ഐ ലവ് യു 2 much 3 much 4 much 5 much. എന്റെ ശ്വാസം നിലയ്ക്കുന്നവരെ ലവ് യു ലവ് യു ലവ് യു. ഇല്ല, ഈ വീഡിയോ തെറ്റാ. ഒറിജിനൽ വീഡിയോയില് തിരു നിങ്ങളെ എല്ലാവരെയും വളരെ മോശമായിട്ട് പറഞ്ഞതാ. ഇതിലെന്തോ ഒരു കൃത്രിമം നടന്നിട്ടുണ്ട്. എന്നെ വിശ്വസിക്കാൻ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുത്താൽ അത് മാനസിക നിലയെ ബാധിക്കും. നമുക്ക് ഇരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ സംസാരിക്കാം. എനിക്ക് എന്റെ ഭ്രാന്താണെന്നാണോ? മെന്റലി അപ്സെറ്റ് ആയി എന്നെ കണ്ട് നിങ്ങൾക്ക് ഒരു ഭ്രാന്തിയെ പോലെ തോന്നുന്നുണ്ടോ? ഞാൻ ഭ്രാന്തിയല്ല, സോറി. ആദ്യമൊക്കെ സൂസൈഡ് ചെയ്യാൻ വരുമ്പോ കുറച്ച് നെർവസ് ആയിരിക്കും നമ്മള്. നിനക്കിതെങ്ങനെയാ? ഇത് നിന്റെ ഫസ്റ്റ് ടൈം ആണോ? എന്താ ഇങ്ങനെയൊക്കെ കാണാനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? അന്ന് നീ തോക്ക് കൊണ്ടുവന്നില്ലേ, എന്നെ ഭയപ്പെടുത്തിയില്ലേ? പക്ഷേ എനിക്കിഷ്ടമായി. ഇതെനിക്കിഷ്ടമല്ല. നിന്നെ പോലെ ഇത്രയും സ്ട്രോങ് ആയ പെൺകുട്ടികൾ വെറുതെ ലവിന്റെ പേര് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാ. പകരം എന്നെ പോലുള്ള ആളുകളെ വെടിവെച്ച് കൊന്നാലും കുഴപ്പമില്ല. കാരണം തെറ്റ് എന്റെ സൈഡില. അവൾ എന്നെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്. നീ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് അല്ലേ? ഒരുപക്ഷെ ഈ കല്യാണം മുടങ്ങിപ്പോയാ പിന്നെ സാറ എന്ത് തീരുമാനം എടുക്കുമെന്ന് ഇനി നിന്റെ ഇഷ്ടം പോലെ. നിന്റെ ഇഷ്ടം. ഒരു പെണ്ണ് ടെറസിന്റെ മുകളിൽ നിന്ന് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു പയ്യന്റെ റിയാക്ഷൻ എന്താന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. Give me phone. ആക്ച്വലി നിന്നെ കണ്ടപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ എന്റെ നമ്പർ ഡിലീറ്റ് ചെയ്യാം. ഇനി നിന്റെ ലൈഫില് ഒരു സാറേ ഉള്ളൂ. ഓക്കെ, ഹാപ്പി മാരീഡ് ലൈഫ്.
പറയണ്ട ഞാൻ ദുബായിലെത്തിയത്. റിംഗ് കൊണ്ട് എടുക്കുന്നില്ലല്ലോ. അളിയാ ഫോൺ എടുക്കടാ, നിന്നോടൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുണ്ട്. നീ ഫോൺ എടുക്കുന്നവരെ ഞാൻ വിടില്ലടാ. ഇതിനല്ലേ അങ്കിൾ എത്ര നമ്മൾ കഷ്ടപ്പെട്ടത്. നീ പോകുന്ന വഴിക്ക് ആ ഡെമോളോ സ്ട്രീറ്റില് ഒരു ചെട്ടിനാടി ഹോട്ടലുണ്ട്. അവിടുത്തെ അടയും അവിയലും സൂപ്പറാ. അത് കുറച്ച് വരുമ്പോ വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. നിന്റെ ഫ്രണ്ട് ദുബായ് രാജ. ഹലോ, സോറി അളിയ, പറയാതെ പോന്നതിന് ദേഷ്യപ്പെടില്ലേ? ഞാൻ എപ്പോഴും പറയാറില്ലേ ദുബായിലെ 4 ഹോട്ടൽ എന്റെ കൺട്രോളിലാണെന്ന്. ഞാൻ ഒരു ദിവസം കൂടെ ഇല്ലെങ്കിൽ എല്ലാം വൃത്തിയിടാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാനിപ്പോ ഇവിടെ വന്നിട്ടോ ഓരോന്നോരോന്നായി ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു. അറിയോ അളിയ, ഒരാഴ്ച നീ ഫോൺ എടുത്തില്ലെങ്കിലും ആകാശ് എല്ലാ കാര്യങ്ങളും പേനോയിൽ ഒഴിച്ച് കഴുകുന്ന പോലെ ക്ലീനായി പറഞ്ഞിട്ടുണ്ട്. അളിയ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലി അത് നീയാ. അതെന്താന്നറിയോ? സാറേ, നീ അത്ര അപമാനിച്ചൊരു വീഡിയോ ഇട്ടിട്ടും അത് കണ്ടിട്ട് അവളെ കല്യാണം കഴിച്ചില്ലേ നിന്നെ? അവളുടെ മുഖം ഒരു താറാമുട്ട പോലെ ആണെങ്കിലും തലയ്ക്കകത്ത് ഒരല്പം പോലും മസാല ഇല്ല. തിരു, ബാത്റൂം ആണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്താലേ വൃത്തി ഉണ്ടാകൂ. അതേപോലെ നിന്റെ ജീവിതം വൃത്തിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സാറയ്ക്ക് നീ അയച്ച വീഡിയോ ദിവസം ഒരു നേരമെങ്കിലും നീ കാണണം. ഇനി ഒരിക്കലും തെറ്റിയില്ലെന്ന് നീ മനസ്സുകൊണ്ട് ശപഥം എടുക്കണം. സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ആ വീഡിയോ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാനിപ്പോ അയക്കാടാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ, അവസാനം വരെ കൂടെ നിൽക്കുന്നവനാണ് ആ ഫ്രണ്ട്. സാറേ, നീ എന്തോ അഭിസാരികടി. മാണിക്കക്കല്ലേ ചെല്ലം ചൊല്ല്, മാണിക്കക്കല്ലേ ചെല്ലം ചൊല്ല്. എന്തേ മുല്ലേ മാണിക്കക്കല്ലേ ചെല്ലം ചൊല്ല്, മാണിക്കക്കല്ലേ ചെല്ലം ചൊല്ല്. നീർമാതളം ചുണ്ടോരം പൂക്കുന്നേരം, നീലത്തിങ്കൾ കിണ്ണം കണ്ണുകളിൽ പൂക്കുന്നേരം, കണ്ണീ നീർമാതളം ചുണ്ടോരം പൂക്കുന്നേരം, തിങ്കൾ കിണ്ണം കണ്ണുകളിൽ മിന്നും നേരം. അല്ലി മുല്ലേ മിന്നൽ പോലെ, അടി മിന്നൽ പോലെ, ഇന്നും പൂവും ചാത്താൻ കൊണ്ടേ പോകാം. മണിപാദസരം കാലിൽ കെട്ടിത്തരാം, കാണി പൊന്നും പൂവും ചാത്താൻ കൊണ്ടേ പോകാം. മണിപാദസരം കാലിൽ കെട്ടിത്തരാം.